നമ്മുടെ മലയാള സിനിമയിൽ ആശിഷ് വിദ്യാർത്ഥി എന്ന് പറഞ്ഞ നടൻ വന്നിട്ട് ഒരു ഡയലോഗ് പോലും കാണാതെ പഠിക്കാതെ ഞാൻ കാണിച്ചു കൊടുക്കും. എന്നാൽ പിന്നെ നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ ജീവിക്കാനാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പണിക്ക് വന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇന്ന് നടക്കുന്ന കാര്യങ്ങളല്ലോ നമ്മൾ പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? ഇവിടുത്തെ ഈ നീതിന്യായ വ്യവസ്ഥയെ തകർക്കാനുള്ള കാര്യമൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. റെഡി? ഇതിൽ ഇപ്പൊ നിങ്ങളൊരു ടീം പോലെയാണ്. നമ്മൾ പറയുന്ന ഒരു 80s ബാച്ച് എന്ന് പറയുന്നത് അഭിമാനപൂർവ്വം പറയുന്നു. മനീഷ് എന്ന് പറഞ്ഞു നീ കൊടുക്കും മേടിച്ചോടും കസം മറതിൽ കണക്കുറത് ചേർന്നോ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? പ്രോംപ്റ്റ് ചെയ്ത് എവിടെ ഇരിക്കാനാ? ഒരു നന്മയുള്ള കഥാപാത്രമാണ് ബോസ് സിനിമയില്. അതെങ്ങനെ അറിഞ്ഞ കാര്യങ്ങൾ ഞാനൊരിക്കൽ കാര്യം ഇറങ്ങുന്ന എല്ലാം ഇരിക്കുമ്പോ ഒരു പെട്ടെന്ന് നോക്കിയപ്പോ മനോജിനെ കാണുന്നില്ല. ഞാൻ അവിടെ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നോക്കിയപ്പോ ഒരു വൈറ്റ് പേപ്പറിനകത്ത് എഴുതി വെക്കുന്നത് ജഗദീഷ് അശോകൻ. കളിയാക്കി ഒരു സ്റ്റേജ് എത്തുമ്പോ ചിലപ്പോ അശോകൻ വേണ്ട കേട്ടോ, എന്താ അശോക അതിന്റെ ആവശ്യം എന്താ? അത് ജഗദീഷേട്ടൻ തമാശക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്റെ അടുത്ത് ഒന്ന് പറയും ജഗദീഷേട്ടൻ അത് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് അത് അശോകന്റെ അടുത്ത് ഒരു സോറി പറഞ്ഞേക്ക് ചുമ്മാ തീർന്നല്ല. ഇതാണ് വിനീത് പറയുക. മനോജ് ആണെങ്കിൽ എന്നിട്ട് പതുക്കെ അശോകന്റെ അടുത്ത് ജഗദീഷേട്ടൻ പറഞ്ഞത് തെറ്റായിപ്പോ വിട്ടുകൊടുക്കണ്ട എന്റെ അടുത്ത് വന്ന് അശോകൻ എന്താ ചിലപ്പോ വല്ലാത്ത ഒരു പെരുമാറ്റം. പ്രേമമില്ലേ അശോകന്? പ്രേമമില്ലേ? മറ്റേ അതല്ല അശോകന്റെ കാര്യം ചോദിച്ചത്. അത് കണ്ടതിന് ശേഷമാണ് ശരിക്കും ഞാൻ ജഗദീഷ് ചേട്ടൻ ഒരു ഫാനായിട്ട് മാറി. ജഗദീഷ് ചേട്ടൻ അല്ല അശോകേട്ടൻ പറയാം എന്താ സംഭവിച്ചാൽ അശോകേട്ടൻ അതിന് മുമ്പേ ടാലന്റ് ആക്ടറാണ്. അശോകേട്ടന് മുമ്പേ ഈ പറഞ്ഞ പോലെ യവനികയാണെങ്കിലും ഇഷ്ടം പോലെ സിനിമകൾ ഇഷ്ടം പോലെ. അത് അശോക് മൗനമേളനോയി ഈ മറപ്പുറാനിതീ എതലോ ലാലല. ദേവദത്ത് ഷാജി സംവിധാനം ചെയ്ത ധീരൻ തിയേറ്ററിലെത്താനിരിക്കുകയാണ്. നമ്മുടെ മലയാളത്തിൽ ഏറ്റവും എണ്ണം പറഞ്ഞ ആക്ടേഴ്സിനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പതിപോലെ എനിക്കൊന്ന് ജഗദീഷനെ കിട്ടിയ ജഗദീഷന്റെ ഒരു പ്രവചനം മസ്റ്റാണെന്ന് പറഞ്ഞത്. അതുപോലെ ജഗദീഷന്റെ ഒരു പ്രവചനം ഈ പറയുന്ന മാർക്കോ മുതൽ ഭയങ്കര ഇമ്പാക്ട് തിയേറ്ററിൽ മറ്റേ കോരച്ചീട്ട് പോലെ എന്താ ധീരൻ എന്താണ്? പ്രേക്ഷകരെ പോലെ എനിക്കും ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു ചിത്രമാണ് ധീരൻ. കഥ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അതിനകത്തൊരു സക്സസ്, ആ സക്സസ് എനിക്ക് ഫീൽ ചെയ്യാൻ കാരണം അതിൻ്റെ ഹാർഡ് വർക്കാണ്. ഒരു സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്യുമ്പോൾ വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെയാണ് സമയമെടുത്താണ് ദേവദത്ത് എൻ്റെ വീട്ടിൽ വന്ന് കഥ പറഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഷോർട്ടിൻ്റെ ഡീറ്റെയിൽസ് അല്ല, പക്ഷേ ഒരു സൂക്ഷ്മാംശങ്ങൾ എൻ്റെ കഥാപാത്രം മാത്രമല്ല ബാക്കിയുള്ള കഥാപാത്രങ്ങൾ കഥ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ബാക്കിയുള്ള കഥാപാത്രങ്ങളുടെ അത്രത്തോളം സൂക്ഷ്മാംശങ്ങൾ പറയണമെന്നില്ല, പക്ഷേ അതുൾപ്പെടെ പറഞ്ഞ് വളരെ രസകരമായിട്ട് നറേറ്റ് ചെയ്തപ്പോൾ ഇത് സംവിധായകൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു കഥയാണെന്ന് മനസ്സിലായി. അതോടൊപ്പം തന്നെ അങ്ങനെ പതിഞ്ഞുകൊണ്ട് മാത്രമായില്ല, ഒരു എൻ്റർടൈൻമെൻറ്റ് അതിനകത്തുണ്ട്. പിന്നെ നമുക്ക് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന എല്ലാ വികാരങ്ങളുള്ള ഒരു പടമാണ്. സ്നേഹം, വാത്സല്യം, ക്രോധം, പക, അങ്ങനെയുള്ള തുടങ്ങിയ ഒരുപാട് നിലനിൽപ്പ്, എക്സിസ്റ്റൻസിന് വേണ്ടിയുള്ള ഒരു സർവൈവൽ, പിന്നെ നാട്ടിൽ നിന്നും ഹാസ്യം, നാട്ടിൽ നിന്നും അകന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ്, നാട്ടിലുള്ളവർക്ക് പിന്നെ അകന്ന് കഴിയുന്നവർക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് ഷെയ്ഡ്സ് ഉള്ള ഇതൊക്കെ പറയുമ്പോഴും അടിസ്ഥാനപരമായി പ്രേക്ഷകരെ രസിപ്പിക്കുക എന്നത് തന്നെയാണ് ദേവൻ്റെ ഉദ്ദേശം. ആ ഉദ്ദേശം ഷൂട്ടിംഗ് സമയത്ത് ഞങ്ങളെല്ലാവരും ഹാപ്പിയായിട്ട് ഏറ്റവും എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ് ഈ ധീരൻ എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സാണ്, അറിയാമല്ലോ. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പിനപ്പുറം ഈ സിനിമയിൽ ഓരോ സീൻ അഭിനയിക്കാൻ നേരത്തും നമുക്കറിയാവുന്ന സീനാണെങ്കിൽ പോലും രാവിലെ വീണ്ടും ഒന്ന് വായിച്ചു തരും. ആ വായിച്ചു തരുമ്പോൾ തന്നെ അതൊരു എന്താ പറയുക അക്കാഡമിക് ഇൻട്രസ്റ്റോടുകൂടി നമ്മളൊരു ക്ലാസ്സിൽ ഒരു നല്ല അധ്യാപകൻ വന്ന് ആദ്യം ഒന്ന് എന്താണെന്ന് പഠിപ്പിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് തരുന്ന ആ ഒരു
സീരിയസ്നെസ്സോടുകൂടി ദേവൻ കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നെ ഞങ്ങളങ്ങ് റിലാക്സ്ഡ് ആയിട്ട് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. നമ്മൾ ഔട്ട്ഷൈൻ ചെയ്യണം എന്നുള്ളതല്ല, എല്ലാവരും നന്നാവണം, മ്യൂച്വലി കോംപ്ലിമെൻ്റ് ചെയ്തു. എൻ്റെ ഒരു നല്ല ഷോട്ട് വരുമ്പോൾ അശോകൻ പറഞ്ഞിട്ടുണ്ട്, അശോകൻ്റെ നല്ല ഷോട്ട് വരുമ്പോൾ മനോജ് പറഞ്ഞിട്ടുണ്ട്, മനോജിൻ്റെ നല്ല ഷോട്ട് വരുമ്പോൾ സുധീഷ്, അങ്ങനെ പരസ്പരമൊക്കെ കോംപ്ലിമെൻ്റ് ചെയ്ത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഷൂട്ട് ചെയ്തു. അതിൻ്റെ റിസൾട്ട് ഡബ്ബിങ് സമയത്ത് കാണാൻ കഴിഞ്ഞു. ഇനി തിയേറ്ററിലും ആ ഒരു പോസിറ്റീവ് വൈബ് വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ ഞാൻ ഈ അശോകേട്ടൻ്റെ സീനാണെങ്കിൽ ഇപ്പോൾ ഈ സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ട സമയത്ത് നമ്മൾക്ക് പഴയ സീനുകളിലെ പഴയ നിങ്ങളൊക്കെ പണ്ട് കാലത്ത് ചെയ്തത് ആവർത്തിക്കപ്പെടുന്നതിന് പകരം ഈ പ്രായത്തിൽ ഇത്തരം കഥാപാത്രങ്ങളായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അശോകേട്ടൻ്റെ ആണെങ്കിലും സുധീഷ് ചേട്ടൻ ഈ പോലീസ് മറ്റേ ട്രെയിലറിലെ ആ ആറ്റിനെ കുറിച്ചുള്ള റിയാക്ഷൻ പറയുന്ന ഒരു ബോഡി ലാംഗ്വേജ് ആണെങ്കിലും വിനീതേട്ടൻ്റെ ആണ് മനോജേട്ടൻ്റെ ഒക്കെ ഈ ക്യാരക്ടറിനെ സംബന്ധിച്ചുള്ള ഒരു പക്ക ഒരു കാരിക്കേച്ചർ ക്യാരക്ടർ പോലത്തെ ഒരു ഫീലാണ് ഉണ്ടായിരുന്നത്. ഈ മനോജേട്ടൻ എങ്ങനെയാണ് ഈ പടം കാരണം ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞു ഇതൊരു ഫ്രണ്ട്സിൻ്റെ സംഗതിയാണ്. ഇപ്പോൾ ദേവദത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് രാംജിറാവ് സ്പീക്കിംഗ് പോലെ, പെരുവണ്ണാതുരത്ത് വിശേഷങ്ങൾ പോലെ, അങ്ങനെ ഒരു മാസ് എൻ്റർടൈനർ പടമാണ് എന്നുള്ളത്. എന്താണ് ഈ സിനിമയെക്കുറിച്ച് പറയാവുന്നത്? അല്ല, ഒരു പ്രത്യേക കാലത്തെ ഓർപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും. ദേവദത്ത് പുറത്ത് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ പറഞ്ഞു, ഇങ്ങനെ സിദ്ദിഖ് ലാൽ സിനിമയുടെ ഒരു ഫ്ലേവർ അദ്ദേഹത്തിന് എല്ലാ കാലത്തും ഇഷ്ടമാണ്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ഒരു കഥ രീതിയാണ് ഇതിൻ്റെ. അപ്പോൾ അത് കഥ കേട്ടപ്പോൾ തന്നെ ഞാൻ ഒരുപാട് ഇത് ചിരിച്ചു. ഇപ്പോൾ എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിൽ പോലും ഓരോരോ ക്യാരക്ടർ, അതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണ്, മറ്റേ അവിടെ വരുന്ന മുസ്ലിം ക്യാരക്ടർ ആരാണ്, ഈ കൃഷിക്കാരൻ ആരാണ്, സുധീഷിന്, അതെല്ലാം ചോദിച്ചു. കാരണം എല്ലാം ഒന്നിനൊന്നിനൊന്ന് മെച്ചമായിട്ട് ഫീൽ ചെയ്തു. അത്രയധികം ബാലൻസ് ചെയ്താണ് ആ സ്ക്രിപ്റ്റ് ദേവദത്ത് ബ്രില്യൻ്റായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ളൊരു സിനിമ തന്നെയാണ്. ഇപ്പം ജഗദീഷേട്ടൻ പറഞ്ഞ പോലെ എല്ലാത്തരം ഇമോഷൻസും നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. ഒത്തിരി നാൾ കൂടിയായിരിക്കും ഇത്തരം സിനിമ പ്രേക്ഷകൻ കാണാൻ പോകുന്നത്. ഡബ്ബിങ് സമയത്തും കുറേ സീൻസ് കണ്ട് ഒരുപാട് ചിരിച്ചു. ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. അശോകനടക്കമുള്ള ആക്ടേഴ്സിനൊക്കെ പലതരം ഗംഭീരമായ റോളുകൾ സമീപകാലത്ത് വന്നിട്ടുണ്ട്. വെബ് സീരീസിലാണെങ്കിലും സിനിമയിലൊക്കെ വരുന്ന ഒരു സംഗതിയുണ്ട്. അതായത് ഒരു നേരത്തെ ചെയ്തിട്ടില്ലാത്ത തരം റോളും വരുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ നിങ്ങളൊരു ടീം പോലെയാണ്. നമ്മൾ പറയുന്ന ഒരു 80s ബാച്ച് എന്ന് പറയുന്നത് അഭിമാനപൂർവ്വം പറയുന്നത്. നമ്മളല്ലെങ്കിൽ പഴയ ആളുകൾ, പഴയ നടന്മാർ എന്ന് പറയുന്ന സമയത്ത് ഈ പറയുന്ന ഇപ്പോഴും പ്രസക്തമാകുന്ന ഗംഭീരമായ പെർഫോമേഴ്സ് എന്നുള്ള രീതിയിൽ കൂടി പറയുന്നുണ്ടല്ലോ. അപ്പം മലയാള സിനിമ ഇപ്പോഴും ഇത് പിടിച്ചു നിൽക്കുന്നതും നിലനിൽക്കുന്നതും ഈ പറയുന്ന ഒരു നമ്മുടെ ഈ 80ലും അതിനുശേഷം തുടങ്ങിയ ആക്ടേഴ്സ് ആണല്ലോ ഇപ്പോഴും ഏറ്റവും നേരത്തെ പറഞ്ഞ ഔട്ട്ഷൈൻ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന പോലെ. എന്താണ് അശോകേട്ടൻ്റെ സിനിമയെ കുറിച്ച് പറയാവുന്നത്? ഈ സിനിമ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള സിനിമയായിരുന്നു. കാരണം ഇതിൻ്റെ ഈ സബ്ജക്റ്റ് വൈസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു, അത് കറക്റ്റാണ്. പിന്നെ ഞങ്ങളോടുള്ള ഡയറക്ടറുടെ സമീപനം, ദേവദത്തിൻ്റെ പ്രൊഡ്യൂസറുടെ സമീപനം, മറ്റു ടെക്നീഷ്യൻസിൻ്റെ എല്ലാം ഇതൊക്കെ എടുത്ത് പറയേണ്ടതാണ്. ഇതിനകത്ത് ഞങ്ങളെല്ലാവരും നേരത്തെ പറഞ്ഞുള്ള ഒരു അവനവനൊരു മത്സരം എന്നുള്ള രീതിയിൽ എല്ലാവരും അവനവൻ്റെ റോൾ അഭിനയിച്ചിട്ടുണ്ട്. മത്സരം എന്ന് പറഞ്ഞാൽ ആർക്കും അങ്ങോട്ടും ദേഷ്യമോ കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞു. പക്ഷെ അതിനൊരു നല്ലൊരു ആ ഒരു കോമ്പിനേഷൻ, ആ ഒരു സുഖം, ആ ഒരു എന്താ പറയുക, ഒരു യൂണിറ്റി എന്നൊക്കെ പറയുന്ന വലിയ സംഭവമാണ്. പിന്നെ ഇപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമ എന്ന് പറഞ്ഞില്ല, ഇപ്പം സിദ്ദിഖ് ലാലിൻ്റെ സിനിമയാണ് മനസ്സിൽ എപ്പോഴും എല്ലാവരെയും കിടക്കുന്നത്. തമാശ എന്ന് പറഞ്ഞ ഹ്യൂമർ സിനിമ എന്ന് പറഞ്ഞ സിദ്ദിഖ് ലാൽ സിനിമയാണ് മനസ്സിൽ എപ്പോഴും കിടക്കുന്നത്. ഇത് അതിൻ്റെ ഒരു വൈബ് ഉണ്ടെങ്കിലും അതുമായിട്ടൊരു ബന്ധമില്ല കേട്ടോ. സിദ്ദിഖ് ലാൽ സിനിമകളായിട്ടും യാതൊരു അങ്ങനെ ഒരു തമാശ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആ സംഭവമാണെങ്കിലും ആ സിനിമകളായിട്ടൊന്നും ഒരു കണക്ഷൻ ഈ കാലഘട്ടത്തിലേക്ക് പറിച്ചു നട്ടിരിക്കുക. അതിന്റെ ഈ കാലഘട്ടത്തിലുള്ള എലമെന്റ്സ് ആണ്. പിന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെല്ലാവരും ഇത്രയും ഈ ഒരുമിച്ച് അഭിനയിക്കുന്ന, അപ്പോൾ ഇതിനകത്ത് ഏറ്റവും എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറച്ച് അഭിനയിച്ചിരിക്കുന്നത് ഞാനും മനോജുമാണ്. തമ്മിലുള്ള സിനിമകൾ കുറവാണ്. ഇതോടെ മാറി. നേരത്തെ നമുക്ക് അറിയാം, വർഷങ്ങൾക്ക് മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്, നല്ല അടുപ്പം ഞങ്ങളൊക്കെ ഉണ്ട്. ശരി, സുധീഷായിട്ട് പിന്നെ പല പടങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യം ചെറുപ്പം എൻ്റെ യങ്ങറായിട്ട് അഭിനയിച്ച സുധീഷിന് അതേപോലെ ജഗദീഷായിട്ട് പിന്നെ എത്രയോ പടങ്ങൾ ഇവർക്കിരിക്കും, എത്ര വർഷങ്ങളായിട്ട് കൊണ്ടും കൊടുത്തു ഇപ്പോഴും ഞാൻ കൊണ്ടുകൊണ്ടിരിക്കുകയായി. പിന്നെ വിനീത്
വിനീതുമായിട്ട് ഇത് പറയും 86 മുതല വിനീതുമായിട്ടില്ല. ഒരു പക്ഷേ ജഗദീഷ് ഞങ്ങളൊക്കെ പോലെ തന്നെയുള്ള ഒരു അനുഭവം വിനീതുമായിട്ട് പ്രണാമ സിനിമയാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും വസതി നമ്മൾ ഈ ഒരു മാനസികമായിട്ടൊരു ഒരു mentally ഒരു താല്പര്യവും ഇഷ്ടവും കാര്യങ്ങളും അത് ഞങ്ങളുടെ ഈ മൊത്തത്തിലെ വർക്കിനെയും അഭിനയത്തെ എല്ലാവരും സഹായിച്ചു എന്നുള്ള വിശ്വാസം അല്ലേ ഈ തീമിന്. പിന്നെ ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ ഡയറക്ടറുടെ സമീപനം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. നേരത്തെ ജഗദീഷ് പറഞ്ഞ ഒരു അധ്യാപകൻ്റെ രീതിയിലുള്ള കാര്യങ്ങളും നമുക്ക് വളരെ സന്തോഷമായിട്ട് ഈ ഫുൾ സിനിമ ഞങ്ങൾ വർക്ക് ചെയ്യും. അതെൻ്റെ ചുരുക്കം. വിനീതേട്ടന്റെ കാര്യത്തിൽ ദേവദത്ത് പറഞ്ഞു ഇതുവരെ ചെയ്തിട്ടില്ല ഇതുപോലെ ഒരു റോൾ. അതിൽ ഇപ്പൊ ഇനി ഇറങ്ങുന്നതിന് മുമ്പ് എന്താ പറയാ, ട്രെയിലർ അതിന്റെ ഒരു ഹൈലൈറ്റ് കണ്ടിട്ടുണ്ട്. അല്ല, ഇതിന്റെ ടോട്ടൽ സ്ക്രിപ്റ്റ് ആണ് ആക്ച്വലി. ഓഫ് കോഴ്സ് ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ്. ഇപ്പം ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും ഇത് ഏത് ആക്ടർ ആയിരിക്കും ചെയ്യാന്ന് നമുക്ക് ജനറലി നമുക്കൊരു ഐഡിയ വരുമല്ലോ. ഇന്നൊരു ആക്ടർ ആയിരിക്കും ഇത്. പക്ഷെ ഇതിന് അങ്ങനെ ഇല്ലായിരുന്നു. ഐ വാസ് വെരി ക്യൂരിയസ് ഇത് ആരായിരിക്കും ചെയ്യുക. പിന്നെ ഇവരാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. കാരണം നമ്മൾ ഒരിക്കലും കാണാത്ത ഒരു ഫേസാണ് ഈ കഥാപാത്രങ്ങളിലൂടെ ഇത്രയും വെറ്ററൻസ്, ഓൾ ഓഫ് ദം ആർ വെറ്ററൻസ്, അവർ കൊണ്ടുവരുന്നത്. അത് ഓരോ അത് സ്ക്രിപ്റ്റ് വായിച്ചപ്പം പിന്നെ എൻ്റെ ക്യാരക്ടർ ഓഫ് കോഴ്സ് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അത് വളരെ ക്ലിയർ ആയിട്ട് ഡയറക്ടർ കൺസീവ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ദ ലുക്ക്. അദ്ദേഹം എന്താണ് വേണ്ടതെന്ന് പ്ലാൻ ചെയ്തിരുന്നു. വേറൊരു ഇമേജിലുള്ള സിനിമയാണ് ക്യാരക്ടറായിരിക്കും. ആൻഡ് ഈ ജഗദീഷേട്ടൻ പറഞ്ഞ പോലെ ഒരു ഗ്രാമത്തിന്റെ ഇന്നസെൻസ് ഇല്ലേ, നിഷ്കളങ്ക, ഇന്നും ഭയങ്കര ഇന്നസെന്റ് ആയ പ്യോർ ഓണസ്റ്റ് ആയ ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മളത് എത്ര എക്സ്പ്ലോർ ചെയ്താലും അത് തീരും. പണ്ടത്തെ കുറേ സിനിമകളുണ്ടായിട്ട് അത് വളരെ മനോഹരമായിട്ട് ഈ ചിത്രത്തിൽ. ആൻഡ് ആസ് ആക്ടേഴ്സ് ഇപ്പം എൻ്റെ പോർഷൻ അവിടെ ഇരിക്കട്ടെ, പക്ഷെ ഇവരുടേത് ഞാൻ ഡബ് ചെയ്യുമ്പം ദേവ് എനിക്ക് ഒരുപാട് ഇവരുടെ സീൻസ് കാണിച്ചു തന്നു. അതായത് ഹിലേറിയസ്, അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല. അതിൽ ഈ അശോകേട്ടൻ്റെയും സുധീഷിൻ്റെയും കോമ്പിനേഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൽ വൺ ഓഫ് ദ ഹൈലൈറ്റ്സ് ആയിരിക്കും, എസ്പെഷ്യലി സുധീഷസ് പെർഫോമൻസ്. അത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴേ ഭയങ്കര രസമായിരുന്നു അത് അവര് പക്ഷെ അത് സുധീഷ് അത് എനാക്ട് ചെയ്ത് വന്നപ്പം ഞങ്ങൾക്ക് ചെറിയ ചില കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോഴും ഐ യൂസ് ടു ഒബ്സർവ് സുധീഷിന്റെ ചില സ്പാർക്കായിട്ട് ചില റിയാക്ഷൻസും ചില ഇതൊക്കെ ഉണ്ട്, ഞെട്ടലും കാര്യങ്ങളൊക്കെ. അത് ഗംഭീരമായിട്ട് അത് ഈ പടം കാണുന്നതൊക്കെ മനസ്സിലാവും. സുധീഷ് നേരത്തെ പറഞ്ഞ പോലെ ഇവർക്കൊപ്പം അഭിനയിച്ചു തുടങ്ങിയതാണ്. ഒരു എനിക്കൊന്ന് സിനിമയിലേക്ക് എത്തിയ കുട്ടിക്കാലം തന്നെ ഈ പറഞ്ഞ അശോകേട്ടന്റെ ബാല്യകാലം ചെയ്തു. അങ്ങനെ പിന്നെ തുടങ്ങി ഇവരെ ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. എന്താണ് ഈ സിനിമ? അല്ല, ഇതിൽ കുറച്ച് മൊമെന്റ്സ് നമ്മൾ കണ്ടു, എന്നാലും ആ സർപ്രൈസ് നിൽക്കാൻ വേണ്ടി അല്ല, ഇതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ചേഴ്സിൻ്റെ ബാനറിൽ ദേവദത്ത് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്ന് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അതുകൊണ്ടാണ് അഭിനയിക്കാൻ സാധിച്ചത്. ജോപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രം ആണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ അത് ഏറ്റവും വലിയ ഞാനും അശോകേട്ടൻ, എൻ്റെ ചേട്ടനായിട്ട് അശോകേട്ടൻ, പിന്നെ എല്ലാവരുടെ ഒപ്പം ത്രൂ ഔട്ട് ഇത്രയും ദിവസം അഭിനയിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലാദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ അശോകേട്ടൻ്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചുകൊണ്ടാണ് സിനിമയിലേക്ക് വന്നത്. പിന്നെ ദേവ് പറഞ്ഞല്ലോ, എന്താ പറയുക, ഇനി ഹരിഹരനാഥൻ്റെ ഒരു ഫാനാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ ആലോചിക്കുമ്പം നമ്മളൊക്കെ തന്നെ ഹരിഹരനാഥൻ്റെ ഫാൻസാണ്. കാരണം ഞാൻ ജീവിതത്തിൽ ഒരു തിയേറ്ററിൻ്റെ, കോഴിക്കോട് ബ്ലൂ ഡയമണ്ട് തിയേറ്ററിൻ്റെ മതിൽ ചാടിയിട്ട് ഫസ്റ്റ് ഡേ ടിക്കറ്റ് എടുത്ത് കണ്ട ഒറ്റ സിനിമ ഇനി ഹരിഹരനാഥനാണ്. അത് ഞാൻ ദേവരി കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഞാൻ സിനിമാ നടനുമാണ്. അതും ആലോചിക്കണം. അനന്തരം മുദ്രയൊക്കെ അഭിനയിച്ചതിന് ശേഷമാണ് ഞാൻ മതിൽ ചാടിയിട്ട് കാണുന്നത്. കാരണം അതിൻ്റെ ഏറ്റവും വലിയ കാരണം റാം ജെറോ സ്പീക്കിംഗ് ആണ് കേട്ടോ. ആ സിനിമ സിദ്ദിഖ് ലാൽ എന്ന് പറയുന്ന ഒരു സംഭവം ആണ് ആ സിനിമ അത്രയും ആവേശത്തോടെ കാണാനുള്ള കാര്യം. അത്ര ഗംഭീര സിനിമയായിരുന്നു റാം ജെറോ സ്പീക്കിംഗ്. അപ്പോൾ അത് കണ്ടതിന് ശേഷമാണ് ശരിക്കും ഞാൻ ജഗദീഷ് ചേട്ടൻ്റെ ഒരു ഫാനായിട്ട് മാറിയത്. അശോകേട്ടൻ അതിന് മുമ്പേ പ്രൂവ് ചെയ്ത ടാലന്റ് ആക്ടറാണ്. അശോകേട്ടന് മുമ്പേ ഈ പറഞ്ഞ പോലെ യവനികയാണെങ്കിലും ഇഷ്ടം പോലെ സിനിമകൾ ഇഷ്ടം പോലെ. അത് അശോകേട്ടൻ നമ്മൾ അതിൽ കമ്പയർ ചെയ്യുന്നില്ല. അപ്പൊ അത്രയ്ക്ക് എന്താ പറയാ, അങ്ങനെ ഒരു സിനിമയാണ് ഇനി ഹരിഹരനാഥൻ. അപ്പൊ അതുപോലത്തെ ഒരു സിനിമ, അതേപോലത്തെ പറഞ്ഞാൽ ജഗദീഷേട്ടൻ പറഞ്ഞ പോലെ കാലത്തനുസരിച്ചുള്ള മാറ്റമുണ്ട്. പിന്നെ അതേപോലെ അത് റിപ്പീറ്റഡ് ഫിലിമും അല്ല കേട്ടോ. അതിൽ ഹരിഹരനാഥിൽ തിക്ക് ഫ്രണ്ട്സ് ആണല്ലോ ഇവർ 4 പേര്. അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ ഇതിൽ ഓരോരുത്തരും ഓരോ ക്യാരക്ടേഴ്സാണ്. ഇതിൽ ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡാണ് ഓരോരുത്തർക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സംഭവം നാട്ടിലുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ കൂടെ പക്ഷെ ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡാണ് ഓരോരുത്തർക്കും ഉള്ളത്. ഓരോ ലക്ഷ്യങ്ങളും ഡിഫറെൻ്റാണ്.
അപ്പോൾ അങ്ങനെയുള്ള ഒരു എന്താ പറയുക, അതിലൊരു കഥാപാത്രം ത്രൂഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇതിലെ അപ്പുക്കുട്ടന്റെ ബ്രെയിനുള്ള ക്യാരക്ടർ സുധീഷിൻ്റെതാണ്. ഇത് വെച്ച് മാറ്റല്ലേ? കുറച്ച് അപ്പുക്കുട്ടന്റെ ബ്രെയിനാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ചേട്ടന്റെ അടുത്ത് കുറച്ച് ഇന്റലിജന്റ് ആയിട്ട് പെരുമാറുന്നുണ്ട്. അത് പടം കാണുമ്പോൾ അല്ല, മനസ്സിലായി. നമ്മൾ ഈ ഫസ്റ്റ് തന്നെ സ്ക്രിപ്റ്റ് എല്ലാവരും ഒരുമിച്ചിരുന്ന് script വായിച്ചിരുന്നു, reading ഫുള്ളായിട്ട് വായിച്ചിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും മനസ്സിലായത് ഈ പടത്തിൽ ഏറ്റവും ഇൻവോൾവ് ആയിരുന്നത് ഞങ്ങൾ ആരുമല്ല, വിനീതാണ്. ഞങ്ങളുടെ എല്ലാ ഡയലോഗുകളും വിനീത് ബൈഹാർട്ടായിട്ട് വിനീത് പഠിച്ചു വെച്ചു. ഇത് ഭയങ്കര സ്റ്റഡി ചെയ്ത് മാത്രമല്ല സ്ക്രിപ്റ്റ് റീഡിംഗ് സമയത്ത് ഏറ്റവും കൂടുതൽ ചിരിച്ചത് വിനീതാണ്. നമ്മളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഇപ്പൊ അപ്രീസിയേഷൻ പറഞ്ഞില്ലേ, ജെന്യുവിൻ ആയിട്ടുള്ള അപ്രീസിയേഷൻ ആണ്. സ്ക്രിപ്റ്റ് റീഡിംഗ് സമയത്ത് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഞങ്ങള് വിനീതിനെയാണ് നോക്കുന്നത്. വിനീതിന്റെ ഈ റിയാക്ഷൻ നോക്കുന്നല്ലേ? റിയാക്ഷൻ ഭയങ്കര ചിരി. അത് കഴിഞ്ഞിട്ട് ഡബിങ് സമയത്ത് ഞങ്ങളുടെ സീൻ കണ്ട് ചിരിച്ചു എന്ന് പറഞ്ഞാൽ അത് ചിരിച്ചിരിക്കും, യാതൊരു സംശയമില്ല. ഇപ്പൊ പറയുമ്പോ തന്നെ ഇറ്റ് ഹസ് കം ഔട്ട് വെൽ ജഗദീഷ് ചേട്ടാ. അത് മാത്രമല്ല, വിനീതിന്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഓൾറെഡി സ്റ്റഡീഡ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വിനീതിന്റെ വകയായിട്ടുള്ള ചില കോൺട്രിബ്യൂഷൻ കൂടെ ഉണ്ടായിരുന്നു അല്ലേ, ക്യാരക്ടറിന് മോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അത് ഗംഭീര ഒരു പുതിയ ഇമേജ് ഉറപ്പായിട്ടും ഉണ്ടാവും ഈ സിനിമ. ഈ സാധാരണ വില്ലന്മാരെന്ന് പറഞ്ഞാൽ ഹീറോയുടെ മുന്നിൽ മാത്രമേ തോക്കുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും, ധൈര്യത്തിന്റെ കാര്യത്തിലായിരുന്നാലും പവറിന്റെ കാര്യത്തിലെല്ലാം വില്ലൻ എന്ന് പറഞ്ഞാൽ ഒരു അതിമാനുഷിക ഭാവമാണ് സാധാരണഗതിയിൽ. ഇവിടെ അതല്ല, സാധാരണ മനുഷ്യനായിട്ടുള്ള ഒരു വില്ലനാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത, സാധാരണ മനുഷ്യനായിട്ടുള്ള വില്ലൻ. ചേട്ടനോട് ഈ ഇതൊരു ടീമായിട്ട് ഇപ്പൊ എല്ലാ പ്രധാനപ്പെട്ട സീനിലും ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിട്ടുണ്ടല്ലോ. എത്രയോ പടങ്ങളിൽ ഒരുപാട് പേര് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടാവും, പ്രധാനപ്പെട്ട ആക്ടേഴ്സ്, ക്യാരക്ടർ ആക്ടേഴ്സ് ഒന്നിച്ച് അഭിനയിക്കുമ്പോഴും ഈ പറയുന്ന സൗഹൃദം സാധ്യമാവുകയാണല്ലോ എല്ലാ ഇത്രയും കാലത്ത്. ഇപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ പറയുന്ന ഈ ഷൂട്ടിന് മുമ്പ് വരുമ്പോഴും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര ഫണ്ണായിട്ടാണ് ഇടപെടുന്നത്, എത്ര കാഷ്വൽ ആയിട്ടാണ് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിക്കേൽക്കാതെ സംസാരിക്കുക എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, പരസ്പരം മനസ്സിലാക്കുന്നതുകൊണ്ടാണല്ലോ. എന്താണ് ഈ പറയുന്ന സൗഹൃദം എപ്പോൾ തുടങ്ങിയതാണ് ഇവരൊക്കെ? ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു എന്താ പറഞ്ഞ ഒരു വിധിയാണ്, നിയോഗമാണ്. ഇങ്ങനെയുള്ള നമ്മളൊരു വേവലെങ്തായിട്ടുള്ള ആൾക്കാരോട് യോജിച്ച് സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ സിനിമയിൽ വാസ്തവത്തിൽ ഇത് സംഭവിക്കുന്ന കാര്യമല്ല സാധാരണഗതിയിൽ. കാരണം പലതരത്തിൽ പല സ്വഭാവക്കാരുണ്ടാവും. പിന്നെ ഒന്നിച്ച് കാണുക എന്ന് പറയുന്ന സിനിമയിൽ എപ്പോഴും നടക്കുന്ന കാര്യമില്ല. എല്ലാവരായിട്ടും ഞാൻ പറയാം, സിനിമയിൽ എല്ലാവരായിട്ടും ഒരു നമുക്ക് യോജിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് ജീവിതത്തിലുള്ള പോലെ തന്നെ. അപ്പോൾ അത് പിന്നെ സിനിമയിലാകുമ്പോൾ ഇതൊരു ഒരു 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 സിനിമ എന്നൊരു കച്ചവട മേഖലയാണ്. അപ്പോൾ അതിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ചിലതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അതങ്ങ് വിഴുങ്ങുകയൊക്കെ ചെയ്യും. അഡ്ജസ്റ്റ് ചെയ്ത് പോകാനേ പറ്റുള്ളൂ സിനിമയിൽ. നമ്മുടെ ജോലിയുടെ ഭാഗം എന്നുള്ള നിലയിലോ അങ്ങനെയൊക്കെ ചെയ്യും. നമ്മൾ പലതും ചില സമയത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം ഇതുപോലെ ഒരു കോമ്പിനേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും സംഭവിക്കുന്ന കാര്യമല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളൊരു വേവ് ലെങ്ത് വരിക, അങ്ങനെയുള്ളവരുമായിട്ട് യോജിക്കുക എന്നൊക്കെ പറഞ്ഞത് സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത്രയും പേരും ഒന്നിച്ച് ഈ പടത്തിലാണെങ്കിൽ തന്നെ ഒരു എത്ര 10-65 ദിവസം 30-40 ഉണ്ടായിരുന്നു. സാധാരണഗതി 40 ദിവസം ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരാളൊക്കെ ചിലപ്പോൾ എന്തൊരു അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലരുമായിട്ടും കാണാറുണ്ട്. ചെറിയ കാര്യം പിണങ്ങുക, വഴക്ക്, ഓരോരുത്തർ ചിലപ്പോൾ ചില ഇഷ്ടപ്പെടാതെ വരിക, അങ്ങനെയൊക്കെ. പക്ഷേ ഇതിനകത്ത് അങ്ങനെ യാതൊന്നും ഉണ്ടായില്ല. ഇതിപ്പം ഞങ്ങൾ ചിലപ്പോൾ സിനിമയെന്ന് പോലും പറഞ്ഞിട്ടുണ്ട് അല്ലേ, അതൊരു ഷൂട്ടിംഗ് ആണെന്ന് പോലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താ പറഞ്ഞാൽ ഈ ടീമിന്റെ ഗുണമാണ്, വേറെ ഒന്നുമല്ല. അല്ല, ഈ സൗഹൃദം എന്ന് പറയുമ്പോൾ മനുഷ്യ ഇതിന്റെ നമുക്ക് ആ ഒരു ഡീപ്പായിട്ടുള്ള പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പ്, ചിലപ്പോൾ സിനിമയിലെ സൗഹൃദത്തിന് പരിമിതികളുണ്ട്. ഇതിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങളുടെ വീട്ടിലെ പശ്ചാത്തലം പരസ്പരം എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാനൊന്നും പലപ്പോഴും ശ്രമിക്കാറുമില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ പ്രശ്നം എന്താണ്, എൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, എൻ്റെ ലൈഫിലെ ട്രാജഡി എന്താണ്, അത് അവർക്ക് നന്നായിട്ട് അറിയാം. അതിനനുസരിച്ചുള്ള ഒരു പെരുമാറ്റമായിരിക്കും അവരുടെ ഭാഗത്തുനിന്ന് വരിക. അശോകന് എന്തെങ്കിലും വറി ഉണ്ടെങ്കിൽ ആ വറി എനിക്കറിയാം. അത് ചിലപ്പോൾ വളരെ അപൂർവമായിട്ട് അശോകൻ ചിലപ്പോൾ ഷെയർ ചെയ്യും. അപ്പോൾ ആ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കോമഡിയൊക്കെ വിട്ടിട്ട്, ആ ഒരു കളിയൊക്കെ വിട്ടിട്ട് അവിടെ കുറച്ച് നേരം നമ്മൾ വളരെ സീരിയസ് ആയിട്ട്. പക്ഷേ ഇവിടെ ഈ സെറ്റിൽ അങ്ങനെ ഞങ്ങൾ സീരിയസ് എലിമെൻറ്റ്സിലോട്ട് പോയില്ല. മനോജിൻ്റെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള പേഴ്സണൽ ലൈഫിലുള്ള ചില നൊമ്പരങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല എന്നുള്ളേ ഉള്ളൂ. നമ്മൾ ഈ കോമഡിയൊക്കെ കളിക്കുമ്പോൾ ഞങ്ങൾ അവെയറാണ്. അങ്ങനെ ഒരു ഈഗോസ് ഒന്നും ഇതിനകത്ത് ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് അറിയാം പ്രധാനപ്പെട്ട സാധനം ഈഗോ ഈഗോ ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് അറിയാം അത്തരത്തിലുള്ള പേഴ്സണൽ എന്തെങ്കിലും വരാൻ നേരത്ത് അത് വെച്ച് ഞങ്ങൾ കളിയാക്കാറുമില്ല. അതാണ് ഞങ്ങളുടെ കോമഡിയുടെ ഏറ്റവും വലിയൊരു സംഭവം. ഒരു പേഴ്സണലായിട്ട് ആർക്കെങ്കിലും ഒരു ട്രാജഡി വന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് കളിയാക്കാൻ ഞങ്ങൾ ആരും ശ്രമിച്ചിട്ടില്ല. അത് സാഡിസമാണ്. അതിൽ ആർക്കെങ്കിലും എനിക്കൊരു ട്രാജഡി വന്നിട്ടുണ്ടെങ്കിൽ ആ ട്രാജഡി വെച്ചിട്ട് ഒരു തമാശ പറഞ്ഞിട്ട് എന്ന് ആരും ചിരിച്ചിട്ടില്ല. അത് ട്രാജഡി ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് ഓർമ്മിപ്പിക്കാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് അവർക്ക്. ഇതിന്റെ അടിസ്ഥാനം എന്താ വെച്ചാൽ നമ്മൾ ഈ ജനറേഷൻ ഓഫ് ആക്ടേഴ്സ് ഭയങ്കര ഒരു ബോണ്ടിങ് ആണ്. പണ്ടേ നമ്മുടെ ഒരു സിസ്റ്റം അങ്ങനെയായിരുന്നു, ഒരു ഫാമിലി പോലെ ആയിരുന്നു. ഇപ്പം ഞാനൊക്കെ വളരെ ചെറിയ പ്രായത്തിലാണ് വരുന്നത്. ഞാൻ വരുമ്പം
എൻ്റെ എത്രയോ സീനിയറാണ് അശോകേട്ടൻ. ആദ്യമൊക്കെ ഭയമായിരുന്നു. ഹി വാസ് എ ബിഗ് സ്റ്റാർ. ഇപ്പം പ്രണാമം ചെയ്യുമ്പോഴും ഇടനാഴിയിൽ കാലത്തൊക്കെ ചെയ്യുമ്പോൾ വളരെ ബിസി ആയിട്ടുള്ള വെരി പോപ്പുലർ ആക്ടർ, അസാധ്യം ടാലന്റഡ് ആക്ടർ, ഗുഡ് ലുക്കിംഗ് പേഴ്സൺ. സോ ഭയങ്കര ടെൻഷൻ, വെരി ഗുഡ് ലുക്കിംഗ്. അല്ല, ഞാൻ വെരി ഗുഡ് ലുക്കിംഗ് ഓക്കെ, ഗുഡ് ലുക്കിംഗ് മാത്രം പറഞ്ഞു, അതെനിക്ക് വിഷമം തോന്നി. വെരി ഗുഡ് ലുക്കിംഗ്. അതെ, അല്ല ഞാൻ ഇപ്പൊ പ്രണാമൊക്കെ അശോകേട്ടനാണ് ഹീറോ, മമ്മൂക്ക ഹാസിനിക്ക. അപ്പൊ ഞാൻ വേറൊരു ചെറിയ ക്യാരക്ടർ. പക്ഷെ അന്ന് ഭയം ഉണ്ടായിരുന്നു. ഒന്നാമത് പുള്ളിയുടെ ഇമേജ് എങ്ങനെയാണ്, ഈ ഭയങ്കര ഒരു മൊരടൻ കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിരുന്നല്ലോ എല്ലാം, മോസ്റ്റ് ഓഫ് ഹിസ് ഫിലിംസ്. പക്ഷെ ഇൻ പേഴ്സൺ എക്സ്ട്രീംലി സ്വീറ്റ് ആയിരുന്നു. ഞാൻ ഒരുപാട് പടം അശോകനോട് കോമ്പിനേഷൻ, അന്ന് പൊന്ന് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഹീറോ ആയ ഒരു വേറെ പടത്തില് പി ജി വിശ്വനാഥ് സാറിന്റെ പടം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രണാമം ഇടനാഴിയിൽ ഒരു കാലച്ച ഭദ്രേട്ട, അതിൽ ഞങ്ങളുടെ കോമ്പിനേഷൻ ഉണ്ട്. എന്നെ റാഗ് ചെയ്യുന്ന വിൻസെന്റ് വട്ടോളി. ഈ പൊന്നൊക്കെ കോട്ടയത്ത് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ കോട്ടയത്തുണ്ട്. ഞാനിങ്ങനെ സിനിമ സ്വപ്നമായിട്ട് തിളച്ചു നടക്കുന്ന കാലമാണ്. അപ്പൊ ഇവര് ഏതൊരു ഹോട്ടലുണ്ടല്ലോ ഇറക്കത്തില്ല, ഐഡല്ലേ, വേറെ ഹോട്ടലായിരുന്നു. അവിടെ അശോകനുണ്ട്, അവിടെ വിനീത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവരെ കാണാൻ വേണ്ടിയൊക്കെ ഞാൻ ആ ഹോട്ടലിലൊക്കെ പോയിട്ടുണ്ട്. ആ സത്യം പറയാം, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ സിനിമയിലെത്തിയപ്പോൾ, സർഗത്തിലൊക്കെ എത്തിയപ്പോൾ വിനീത് എത്രയോ സീനിയർ, എന്നെക്കാളും സീനിയറാണ്. ഒരുപാട് സിനിമകൾ ചെയ്തു, അവാർഡ് കിട്ടി നിൽക്കുന്ന കാലത്താണ് സർഗം ചെയ്തത്. ഞങ്ങൾ ഒരുമിച്ച് ആണ്, ഒരു റൂമിലാണ്. അത് പറയേണ്ട കാര്യം, ഇന്ന് ആ ഒരു സിസ്റ്റം ഇല്ല. ഒരു റൂമിൽ 2 ആർട്ടിസ്റ്റ് താമസിക്കുന്ന കാലം ഉണ്ടായിരുന്നു. സർഗത്തില് വിനീത് ഹീറോ ആണ്, അവന് സെപ്പറേറ്റ് റൂം മസ്റ്റായിട്ട് കൊടുക്കേണ്ടതാണ്. പക്ഷെ അതല്ല, അക്കാലത്ത് ഞാൻ മനോജ് കെയ്യനോട് വിനീതിനോട് താമസിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കുകയാണ്. ആ സെറ്റ് ചെയ്തതിന് താല്പര്യപ്പെടുക. എത്രയോ പടങ്ങൾ, ഈവൻ സമൂഹം ഞാനും ഗീതില്ലേ, ട്രിവാൻഡ്രം ഗീത് ഹോട്ടലിൽ, അതിൽ ഒരു സ്യൂട്ട് റൂമിൽ ഞാനും ഒരു റൂമിൽ. പിന്നെ ഞങ്ങൾ അതിന് ശേഷം ഗൾഫ് ഷോയ്ക്ക് പോയി. എവിടെ ചെന്നാലും, അമേരിക്ക ചെന്നാലും എവിടെ ചെന്നാലും ഞാനും വിനീത് ഒരുമിച്ച് ഒരു റൂമിൽ കാലം ഉണ്ടായിരുന്നു. അല്ല, അതിന്റെ ഗ്രാഫ് ചരിത്രം എഴുതുമ്പോൾ എഴുതിക്കോളൂ. കാരണം ഒരു ആക്ടറിന്റെ ഗ്രാഫ് എങ്ങനെ ഉയരുന്നു എന്ന് മനസ്സിലാക്കാൻ മഹാറാണി ഹോട്ടൽ എടുത്താൽ മതി. ആദ്യകാലങ്ങളിൽ നമുക്ക് തരുന്നത് സിംഗിൾ നോൺ എ സി റൂം ആദ്യം കുറെ നാൾ കിട്ടിക്കൊണ്ട്, പിന്നെ ചെറിയൊരു പ്രൊമോഷൻ സിംഗിൾ എ സി റൂം. അതിനുശേഷം കുറച്ചുകൂടെ നമ്മൾ കുറച്ചുകൂടെ പടങ്ങളൊക്കെ റെഡി ഡബിൾ എ സി റൂം, പിന്നെ അതും കഴിഞ്ഞപ്പോ സ്യൂട്ട് റൂം. ഈ ഗ്രാഫ് ഇതൊന്നും നമ്മൾ ചോദിച്ചു വാങ്ങിച്ചല്ല, നമുക്ക് അതിനനുസരിച്ച് തന്നെ കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മൾ ആലോചിക്കുന്ന സൈഡ് ബ്ലോക്കിൽ ശങ്കരാടി സാറൊക്കെ താമസിച്ചിരുന്ന സിംഗിൾ നോൺ എ സി ബ്ലോക്കിൽ താമസിച്ചാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അന്നെന്ന് വെച്ചാല് 5-6 പടമൊക്കെ അറ്റ് എ ടൈം ചെയ്യുന്നത്. ഒന്നാമത് റൂംസ് ഉണ്ടാവില്ല, പുള്ളി ആ വലിയ സൂട്ട് റൂംസിലായിരിക്കും ഡയറക്ടേഴ്സും മെയിൻ ആക്ടേഴ്സ് മമ്മൂക്ക അങ്ങനത്തെ വലിയ സ്റ്റാർസ്. അതർവൈസ് ഇപ്പൊ ഞങ്ങൾ സർഗം ഷൂട്ട് ചെയ്യുമ്പോൾ പ്രഭു സാറും അവരുടെ ഒരു ഇതാണ്, കമലിക്കയുടെ ഒരു പടം ഷൂട്ടിംഗ് നടക്കുന്നു. അതുപോലെ എൻ്റെ ഫസ്റ്റ് ഫിലിം ഇടനിലങ്ങൾ ചെയ്യുമ്പം അതിന്റെ പാച്ച് വർക്ക്, ശശിയേട്ടന്റെ 4 പടങ്ങളുടെ പാച്ച് വർക്ക് മഹാറാണി ഹോട്ടലിൽ, താഴത്തെ ഫ്ലോറിൽ മമ്മൂക്ക അടിയൊഴുക്കുകൾ അതിന്റെ ഒരു സീൻ, 2ാമത്തെ ഫ്ലോറിൽ ഇടനിലങ്ങളുടെ ഒരു ഹോസ്പിറ്റൽ സീന്, 3ാമത്തെ ഫ്ലോറിൽ രംഗത്തിന്റെ ഒരു ശശിയുടെ പടം, ഒന്ന് ശശിമോഹൻ, ഒന്ന് അനിൽ എന്ന് പറഞ്ഞ ഡയറക്ടർ, അങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്. ഓരോന്നിനും ശശിയേട്ടൻ ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അടുത്ത ഫ്ലോറിലേക്ക് പോകും. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ജോലി എന്ന് വെച്ചാൽ ഓരോ സെറ്റിലും പോയി എല്ലാവരെയും സർഗത്തില് തെലുങ്ക് ചെയ്യാൻ ഈസ്റ്റ് ഗോദാവരി അവിടെ പോയി. അപ്പൊ അവിടെ ചെന്നപ്പോ ഇവന്റെ തെലുങ്ക് ആദ്യത്തെയാണ്, എന്റെ തെലുങ്ക് ആദ്യത്തെ പടമാണ്. അവിടെ ചെന്നിറങ്ങിയപ്പോൾ ഏതോ ഒരു കൂനാഴ്ച സ്ഥലത്ത് ഒരു വീട്, അതിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ എനിക്ക് ഇവനും കൂടെ റൂം. അത് പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്തില്ല. ഇന്ന് രാത്രി അമ്മരെ വിളിച്ചു പറയും, ഇത് പറ്റത്തില്ല. സോമയാജുലു സർ, അദ്ദേഹത്തിന് ഒരു മാൻഷൻ, ആ രാജോളു എന്ന് പറഞ്ഞ സ്ഥലത്ത് അതായിരുന്നു ഒരു സിസ്റ്റം. ഞാനും മനോജ് ഒരു ഇതില്, പക്ഷെ അവിടെ വെള്ളമില്ല. ഒരാള് ഈ കോർത്ത് കൊടുത്തിട്ട് രാവിലെ ഈ കിണറ്റിന്ന് വെള്ളം കൊടുക്കാൻ അവിടെ വന്നിങ്ങനെ തുണിയൊക്കെ കെട്ടി നിൽക്കണ്ടാവും. ഇയാളോട് ചൂട് വെള്ളം കോർത്ത് കൊടുത്തിട്ട് വേഷ്ടി, അവിടുത്തെ ഗ്രാമം അവർക്ക് തെലുങ്ക് മാത്രമേ അറിയൂ. ഞാൻ ഡാൻസ് ആയിരുന്നു. അല്ല, എന്നോട് സ്ട്രിക്റ്റ് ആണ്, നമുക്ക് ഇവിടുന്ന് മാറിയേ പറ്റൂ. ഞാൻ ആ പ്രൊഡക്ഷനെ വിളിച്ച് പറയും, നമുക്കൊരു റൂം തരാൻ പറയണം. അവിടെ ഇവിടെ ഏത് ചെറിയ റൂമായാലും കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ട് മാറണം എന്ന് പറഞ്ഞ് ധീരമായിട്ട് പറഞ്ഞു. എനിക്ക് പറയാൻ വേണ്ടി, കാരണം ആദ്യത്തെ തെലുങ്കോട് അവിടെ ചെന്നിട്ട് നമ്മൾ ജാട കാണിച്ചു എന്നൊക്കെ വരികയല്ലേ. അപ്പോൾ ഞാൻ പറയും, ഉറപ്പായിട്ട് പറയും, ഇവിടുന്ന് മാറിയേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് സന്ധ്യയ്ക്ക് നമുക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലം, ഏതോ ഒരു സ്ഥലം, അപ്പോൾ ഒരു മ്യൂസിക്കിന്റെ ഒരു ബന്ധം പറയാണ്. ആ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് റേഡിയോയിൽ
മൗനമാനം നേരം എന്നുള്ള പാട്ടില്ലേ, അതിന്റെ തെലുങ്ക് കേൾക്കുന്നു. അപ്പൊ ഞാൻ ഇവിടെ അപ്പോഴാണ് ഒരു അടുപ്പം വന്ന ആ സ്ഥലത്തിനോട്. മൗനമേലനോയി, തെലുങ്കിൽ എങ്ങനെയാ? മൗനമേലനോയി ഈ മറപ്പുറാനിതേ എതലോ ലാലല, ഇങ്ങനെ കേൾക്കുന്നു. ഓ എടാ അയ്യോ, ആ പാട്ടൊക്കെ കേട്ടപ്പോഴാണ് ഈ ആ സ്ഥലത്ത് പ്രേമിച്ചു. അങ്ങനെ ആ സ്ഥലത്തിന് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു എനിക്ക്. എന്നിട്ട് ഞങ്ങളൊരു ലോഡ്ജിലേക്ക് മാറി, വെങ്കടേശ്വര അതേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അവിടെ ഈ ഗോദാവരിന്റെ ഈ ഓറഞ്ച് കളർ വെള്ളം, കലങ്ങിയ വെള്ളം, അതാണ് പൈപ്പിലൊക്കെ വരിക. ഇത്രയുള്ളൊരു മനസ്സിൽ ഡയലോഗ് പഠിക്കുന്നത് ഞങ്ങള് ഡെറ്റോളൊക്കെ ഇട്ടിട്ട് ആ വെള്ളം ഒന്ന് സെറ്റിൽ ചെയ്തിട്ടാണ് അതിൽ കുളിക്കുക. നമ്മൾ തെലുങ്ക് ഡയലോഗ് പഠിക്കുന്നത് 12 മണി വരെ പുറത്ത് നീ അങ്ങോട്ട് പഠിക്കുന്ന ഇത് തെലുങ്ക് പറയുന്നിട്ട് ചിരിക്കും. ഹോട്ടലിലെ തലക്കടിച്ച് സത്യം ചെയ്തിട്ടാ പോയത് ട്രെയിനിലിരുന്നേ. ദയവ് ചെയ്ത് മലയാളപ്പടമല്ല, തെലുങ്കാണ്. നിങ്ങൾ എന്തെങ്കിലും പറയും ഞാൻ ചിരിക്കും, ഞാൻ പറഞ്ഞു നിങ്ങൾ സത്യമൊക്കെ ചെയ്തിട്ടാ പോയത്. എന്റെ ദൈവം, എങ്ങനെ തീർത്തടാ ആ പടം? നോക്കാൻ പറ്റില്ല, നോക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇവനോട് ഇവിടെ മലയാളം നീ കൊടുക്കും മേടിച്ചിടന്ന മറന്നില്ല കണക്കെടുത്ത് വ്യത്യാസമാണോ എന്ന് പറഞ്ഞ വിനീതിന്റെ അവസ്ഥ ആലോചിച്ച് എല്ലാം തന്നെ ശരിയാ. അതൊരു ഡയലോഗ് ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ലാംഗ്വേജ്, സംഗീത ലാംഗ്വേജ് ആണ്. പക്ഷെ നമുക്ക് ഒരു അക്ഷരം അറിയില്ല, ഒന്നും അറിയില്ല. അപ്പൊ ഈ മനോജ് വളരെ ഇന്റൻസ് ആയിട്ട് ഇമോഷണൽ ആയിട്ട് സംസാരിക്കുമ്പോ കണ്ണില് നോക്കാൻ പറ്റില്ല. എന്നിട്ട് ഞങ്ങള് ഈ ഡയലോഗ് പറഞ്ഞ് ചിരിച്ച് വലിയ ഡയറക്ടർ ആയിരുന്നു ക്രാന്തികുമാർ സാർ, ഭരത് സാറിനെ പോലെ തന്നെ വെരി സീനിയർ മോസ്റ്റ്. ഇതേ സംഭവം ധീരനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത്, ദിവസവും ഒരു 30 മിനിറ്റെങ്കിലും ആസ്വദിച്ചിരുന്നതെന്ന് വെച്ചാൽ, ഇവരിപ്പോൾ തെലുങ്ക് പഠിച്ചിട്ടല്ലേ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞത്. നമ്മുടെ മലയാള സിനിമയിൽ ആശിഷ് വിദ്യാർത്ഥി എന്ന് പറഞ്ഞ നടൻ വന്നിട്ട് ഒരു ഡയലോഗ് പോലും കാണാതെ പഠിക്കാതെ ഞാൻ കാണിച്ചു കൊടുക്കും. എങ്ങനെയാ വെച്ചാൽ ആശിഷ് വിദ്യാർത്ഥി വലിയ ലെങ്തി ഡയലോഗ്. ഞാൻ Sir, next scene. You prompt. I've learned. Very dialogue, sir. No problem. Okay, sir. You just prompt. Yes. You just prompt. ആശിഷ് വിദ്യാർത്ഥി ആദ്യത്തെ ഡയലോഗ് മാത്രം ചെറുതായിട്ട് പ്രോംപ്റ്റ് ചെയ്യണം. എന്നാൽ പിന്നെ നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ ജീവിക്കാനാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പണിക്ക് വന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇന്ന് നടക്കുന്ന കാര്യങ്ങളല്ലോ നമ്മൾ പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥിതിനെ തകർക്കാനുള്ള കാര്യമല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. റെഡി? ഒന്നും എക്സ്പ്രഷനിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി അടിച്ചിട്ട് പോകും. അതിന്റെ കിങ് ഇവര് ആരാധനയോടെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഇത് എങ്ങനെ സാധിക്കും? കാണാപ്പാടം പഠിച്ച് നമ്മൾ ഊപ്പാട് വരിക. ഇത് ഞങ്ങൾ എന്നും ഇതിന്റെ ഡിസ്കഷൻ ഉണ്ട്. ലീഡും ഓപ്പണിങ്ങും ലാസ്റ്റ് വേർഡും മാത്രം. എന്നിട്ട് പുള്ളി ഡയറക്ടർ അല്ല പറഞ്ഞ, പുള്ളി വയ്ക്കും ഓക്കെ സർ. നിന്നെ കണ്ടോളാം. ഇതവിടെ അശോകോട് പറയാം, ഇനിയാണ് ഞാൻ എയർപോർട്ടിൽ വെച്ച് കണ്ട ഞാൻ മുഖത്ത് ഇത് ഞങ്ങൾ എന്നും ഒരു 30 മിനിറ്റ് ഇത് എന്നെ വിട്ട് കാണിപ്പിക്കും. ആശിഷ് വിദ്യാർത്ഥി ഒന്ന് കാണിക്കും, ഒന്ന് കാണിക്കും എന്നെ വിട്ട് 30-40 ദിവസം കാണിച്ചിട്ടുണ്ട്. അരമണിക്കൂർ ആശിഷ് വിദ്യാർത്ഥി സമയം. ആശിഷ് വിദ്യാർത്ഥി അവർ എന്നും എത്ര കാണിച്ചാലും എനിക്ക് തന്നെ ബോറടിച്ചു തുടങ്ങി. ഇവർക്ക് ബോറടിക്കില്ല. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അടിച്ച് ഇങ്ങനെ ചിരി കൊടുത്തിരി. അല്ല, ഈ തെലുങ്കിനൊക്കെ വരയ്ക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർ പറയും നിങ്ങൾ എന്തിനു സാർ ഇതൊക്കെ കാണാൻ പഠിക്കും? சார் தேவன் சார் வராரு, கலாபமணி வராரு, யாரும் டயலாக் கற்றுக்கல சார். அவங்க நாங்கள் ப்ராம்ப்டிங்க சார். அந்த ப்ராம்ப்டிங்கில் எந்த ப்ராம்ப்டிங் എന്ത് പറഞ്ഞിട്ട് എന്ത് കേട്ടിട്ട് എന്ത് മനസ്സിലാക്കിയിട്ട് പറയുന്നേ. മനീഷ് ഒന്ന് പറഞ്ഞു നോക്കി, നീ കൊടുക്കും മേടിച്ചോടും കസം മറന്നില്ല കണക്കുറത് ചേർത്താവുന്നതോ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്. ഇത് പ്രോംപ്റ്റ് ചെയ്ത് എവിടെ ഇട്ട് പിടിക്കാനാ? നമ്മളൊക്കെ ആണെങ്കിൽ എല്ലാം കാണാൻ പഠിക്കും. ഇതിപ്പോ തെലുങ്ക് പടം നമ്മള് കേട്ടാ മനോജ്, ഇപ്പൊ നിങ്ങൾ തെലുങ്ക് പടം അത്രയും കാണാൻ പഠിച്ചു. ഇവിടെ ഇപ്പൊ മലയാളം പടത്തില് തെലുങ്ക് പഠിച്ച് ഞാൻ കാണാൻ പഠിച്ചിട്ടുണ്ട്. కృష్ణగుడిയിൽ ഒരു ప్రణయ ഞാൻ అప్పుడు కృష్ణగుడి నుంచి ఆంధ్రయిలాను ప్రియమైన స్నేహితుడు ఒక అమ్మాయితో నేను నిన్ను ప్రేమిస్తున్నాను చెప్పడం చాలా ఈజీ, కానీ ఆ అమ్మాయి నా మన వైపు తిప్పుకోవటం చాలా కష్టం. ഇത് നമ്മൾ കാണാൻ പഠിച്ചിട്ടുണ്ട്. മലയാളികൾ കഴിയുന്നതും അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മള്
ഹിന്ദിയിൽ പോയി ചെയ്യുമ്പോഴും എനിക്കൊന്ന് അവരുടെ ആക്സെന്റിലേക്ക് വരണം എന്ന് കരുതിയിട്ട് മലയാളി ഒരു കരുതലെടുക്കും. അവിടുന്ന് വരുന്ന പലരും ഇത് പറ്റില്ല, ചെയ്യാറില്ല. ഭയ- ഇവരൊക്കെ ചെയ്ത വലിയ കാര്യമില്ല ഈ ചെയ്തത്. ആശിഷിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു രക്ഷയും മലയാളം മലയാളത്തിലേക്ക് കടുകട്ടി ഭാഷ അവരെ നമ്മളത് സംബന്ധിച്ച് ഭയങ്കര ടങ് ട്വിസ്റ്റിങ്, അതുകൊണ്ട് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഒരു ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ അഫക്ട് ചെയ്യും. ചിലപ്പോൾ അവർ പെർഫോമൻസിനെ പുള്ളി അത് പെർഫോം ചെയ്ത് ഭയങ്കര രസമായി കളയും. ഭയങ്കര ടൈമിംഗിൽ പിടിക്കും. നല്ല പെർഫോമർ കേട്ടോ. ഇന്റലിജന്റ് പെർഫോമറുമാണ്, പക്ഷെ ഡയലോഗ് പക്ഷെ അത് അറിയാതെ പറയുന്നില്ലേ പുള്ളി, പിടിക്കാൻ പറ്റില്ല. റെഡി 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 നോ റിഹേഴ്സൽ രണ്ട് പേജ് എടുക്കും സാർ. No issues. എന്നാൽ പിന്നെ നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ താൻ അന്ന് പറഞ്ഞ കാര്യമായിട്ട് ഞാൻ പറയുന്ന കാര്യം തന്നെ എന്താണ്? ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ ചെറുപ്പകാലം മുതൽ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. ആദ്യത്തെ അക്ഷരം അവസാനത്തെ അക്ഷരം വിനീത് നമുക്കിത് അത് അവിടെ ചെയ്താൽ പോരായിരുന്നു. എന്തിനാണ് 2.5 പേജ് ഫുൾ ബൈഹാർട്ട് ഞാനും പെർഫോം ചെയ്തു. അല്ല ബൈഹാർട്ട് മാത്രമല്ല, ചിരിക്കാതിരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കേൾപ്പിക്കും. ആ നീ എന്റെ ഇവിടെ നോക്കിയാ മതി, എന്റെ കണ്ണി നോക്കരുതെന്ന്. അങ്ങനെയൊക്കെ ഇവിടെ നോക്കാവുള്ളൂ. മനോജ് പ്ലീസ് എന്റെ കണ്ണി നോക്കരുത്. അങ്ങനെ ചിരിച്ചോ ചിരിച്ചോ? 40 ദിവസം നൈറ്റ് മെയർ. വേറൊന്നുമില്ല, ഗംഭീര അഭിനയം, പടം എല്ലാം ഒക്കെ. ഈ ചിരി ഒരു രക്ഷയില്ല. ഭയങ്കര എംബാരസിംഗ് അല്ലേ? ഡയറക്ടറുടെ മുമ്പ് പോയി ഞങ്ങള് എല്ലാരും ഇങ്ങനെ അവരതൊരു ഒരു ഇൻസൾട്ടിങ് കൈൻഡ് ഓഫ് ഇതായിട്ടാണ്. പ്രൊഫഷണൽ അല്ലേ, യു കം ദേർ ടു ഡു യുവർ വർക്ക് ആൻഡ് ഫിലിം ആണെന്ന്. പക്ഷെ ഞങ്ങള് ചിരിച്ചിട്ടൊന്നുമില്ല. അല്ല ഒരു സ്ഥലത്ത് മാത്രം ചിരിച്ചു. പിന്നെ അന്നത്തോടെ അയാളെ നോട്ടം ആവും. അല്ല പുള്ളി ഇച്ചിരി ഭയങ്കര സീരിയസ്. അരൽ സാറിനെ പോലെ ഭയങ്കര സീരിയസ് ലെജൻഡറി ഡയറക്ടർ ക്രാന്തി കുമാർ സാർ. വേറൊരു രസമുള്ള സാധനം നോക്കുമ്പോൾ ഇൻഹരിയർ നഗർ എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരു കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ ജഗദീഷ് ചേട്ടൻ്റെ അശോകേട്ടൻ്റെ ഒരു കോംബോ ഭയങ്കര ഓൺ സ്ക്രീൻ ഓഫ് സ്ക്രീൻ കെമിസ്ട്രി ഭയങ്കര വർക്കായതാണ്. അതേപോലെ തന്നെ ശരിക്കും ഭയങ്കര ഔട്ട് ആൻഡ് ഔട്ട് കോമഡി അല്ലെങ്കിൽ പോലും മനോജ് കെ ജയൻ വിനീത് എന്ന് പറയുന്നത് മലയാളി എല്ലാ കാലത്തും ഓർക്കുന്ന ഒരു കൊളാബറേഷൻ ഉള്ള ആളുകളാണ്. പക്ഷെ നിങ്ങൾ ഒരു സിനിമയിൽ ഒരു ടീമായിട്ട് വരുന്നു, അതിൽ തന്നെ ഈ പറയുന്ന ഒരു ഓൾ ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ പോലെ വരുന്നു. നേരത്തെയൊക്കെ ഒരു 1-2 കോമ്പിനേഷനിൽ ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു സിനിമ ഇങ്ങനെ പാക്ഡായി വരുന്നു. അതൊരു മലയാളത്തിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള എന്റർടൈൻമെന്റ് സിനിമയ്ക്കുള്ള ഒരു ട്രിബ്യൂട്ട് പോലെ ആവുന്നു എന്ന സാധനം ഉണ്ടല്ലോ. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഓൺ സ്ക്രീൻ കെമിസ്ട്രി എന്ന് പറയുന്ന സാധനം നമ്മൾ ഭയങ്കര പറഞ്ഞ് പഴകിയൊരു സാധനം. എനിക്ക് ഓഫ് സ്ക്രീനിലും ഓൺ സ്ക്രീനിലും അങ്ങനെ ഒരു കൊമേഴ്സ് പഠിപ്പിച്ച ആളായോണ്ടിരിക്കുന്നത്. എന്താണ് അതിന്റെ കെമിസ്ട്രിയുടെ കണക്ക്? അങ്ങനെ ഒരു കെമിസ്ട്രി ഉണ്ട്. കാരണം ഞാൻ പറയാം, പലപ്പോഴും ഒരു ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്യുന്നു. ആ ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്യാൻ നേരത്ത് യൂണിറ്റ് വാനൊക്കെ എത്താൻ ലേറ്റ് ആവും. അപ്പം ഞങ്ങളുടെ ആണെങ്കിൽ കാർ പെട്ടെന്ന് അവിടെ എത്തും. അത് ഞങ്ങൾ വേറൊരു ലൊക്കേഷനിൽ അവിടെ എത്തി. ഈ യൂണിറ്റ് വരുന്നത് വരെ ഒരു 2 മണിക്കൂർ സമയത്ത് ഞങ്ങൾ സമയം പോകുന്ന അറിയില്ല. ഞങ്ങൾ സത്യം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച്, ചിലപ്പോൾ ലോക കാര്യങ്ങൾ, ചിലപ്പോൾ തമാശകൾ, വെറും തമാശ മാത്രമായിരിക്കില്ല, ചിലപ്പം അന്നത്തെ പത്രത്തിലെ കാര്യങ്ങൾ, സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് അടുത്ത ആ യൂണിറ്റ് വാൻ എത്തുമ്പോഴത്തേക്കും ഞങ്ങൾ അടുത്ത് മേക്കപ്പും കാര്യങ്ങളും. അപ്പം ആ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഈ വൈബ് ഇല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബോറടി. യൂണിറ്റ് വണ്ടി എത്തിയിട്ടും ഇല്ല, ഇത് എത്ര നേരം ഞങ്ങളെ ഇവിടെ കൊണ്ടിരുത്തി എന്നൊക്കെ. ഇത് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. അങ്ങനെ കെമിസ്ട്രി ഉള്ളവരായതുകൊണ്ടാണ് ആ കെമിസ്ട്രി ആക്ടിങ്ങിലും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ഹരിഹർ നഗർ സമയത്തുണ്ട്. എനിക്കുള്ള അപ്പുക്കുട്ടിന് വേണ്ടിയുള്ള ചില നമ്പേഴ്സൊക്കെ മുകേഷോ സിദ്ദിഖോ അശോകനോ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിങ്ങനെ ഇങ്ങനെ പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സിനിമയിലും ഹരിഹർ നഗറിന് ശേഷം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇവരെല്ലാവരും തന്നെ അത് നമുക്കിങ്ങനെ ചെയ്താലോ, അല്ലെ ജഗദീഷ് ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും പറഞ്ഞിട്ടുണ്ട്, മനോജ അതിനിങ്ങനെ, അല്ലെങ്കിൽ സുധീഷിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സുധീഷ് അതിങ്ങനെ ഒന്ന് നോക്കിയാൽ നന്നായിരിക്കും, അപ്പോൾ സുധീഷ് അങ്ങനെ ചെയ്യാൻ ചേട്ടാ എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങൾ ചിലപ്പം ദേവനെ സംബന്ധിച്ചിടത്തോളം ഈ ഹരിഹർ നഗറിൻ്റെയും സിദ്ദിഖ് ലാൽ സിനിമകളുടെയൊക്കെ ഒരു ഫാൻ ആയതുകൊണ്ട് ചിലപ്പോൾ ചില എലിമെൻറ്റ്സ് അവിടെയൊക്കെ ആ കൺട്രോൾഡ് പെർഫോമൻസ് വേണ്ട ചേട്ടാ, ഒന്ന് ഇളകിക്കോണം എന്ന് എൻ്റെ അടുത്ത് പറയും. ഞാൻ പറഞ്ഞു, ഇളകി ക്യാരക്ടർ പോവോ? ഇല്ല അത് പേടിക്കണ്ട ചേട്ടൻ, ധൈര്യമായിട്ട് ചെയ്തോ, എനിക്കറിയാം എന്ന് പറയുമ്പോൾ നമ്മൾ ഉറച്ചൊന്ന് പേടിച്ച് ഇടയ്ക്കൊരു അപ്പുക്കുട്ടം വേണമെന്നല്ലേ? ഇടയ്ക്കൊരു അപ്പുക്കുട്ടം വേണമെന്ന് പറയും. ഇടയ്ക്കൊരു അപ്പുക്കുട്ടം വേണം. കാരണം വെച്ചാൽ ഞാനൊരു ആദ്യമേ ഒരു പക്വതയുടെ ഭാരം എന്നിൽ അങ്ങ് എടുത്തു വച്ചു. കാരണം ആ ക്യാരക്ടർ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ കൂട്ടത്തിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാനാണ്. ഒരു നാടിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം, ഞാൻ ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ്. അയാൾ നാടിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഈ കഥയിലും അങ്ങനെയാണ് ഒരു പിവറ്റൽ റോള് വരുന്നത്.
ഒരു വലിയൊരു സോഷ്യൽ കോസ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഒരു വീടിൻ്റെ ദുഃഖം ഏറ്റെടുത്ത് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ വീട്ടിൻ്റെ ദുഃഖം സോൾവ് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് ഒരു യാത്ര പോകുമ്പം അതിൻ്റെ നടുനായകത്വം വഹിക്കുന്ന ആളാണ് എൻ്റെ അബ്ബാസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് ഒരു എക്സ്കർഷൻ അല്ല, ഒരു പോകുന്ന ഒരു മിഷനാണ്. ബാക്കി പലരുടെയും ചിലരുടെയൊക്കെ മനസ്സിൽ ആദ്യമൊക്കെ എക്സ്കർഷനായിട്ട് തോന്നിയേക്കാം. അപ്പോൾ ആ കോൺഫ്ലിക്റ്റ് ഒക്കെ അതിന് ഇവരെ നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ഞാനും ഇവരുടെ കൂടെ തുള്ളിച്ചാടി എനിക്ക് ഇങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ ഇവരുടെ തമാശയൊക്കെ കണ്ട് ആസ്വദിക്കാനേ പറ്റൂ. ഒരു നന്മയുള്ള കഥാപാത്രമാണ് ബാസ് സിനിമയില്. അതെങ്ങനെ അറിഞ്ഞ കാര്യങ്ങൾ അശോകൻ പറയുന്നതിന് മുമ്പ് മനീഷ് പറഞ്ഞ റിയാക്ഷൻ ആണ്. 90s ഈ പാളയം, ആയിരം മേനി, കുങ്കുമച്ചപ്പ് ഈ സിനിമയിലൊക്കെ ഞാൻ നായകനായിരുന്നു. അപ്പൊ അന്ന് ആ കോമഡി ഏരിയ അദ്ദേഹമാണ് മെയിൻ. ഈക്വൽ റോള് തന്നെ ആയിരിക്കും സെക്കൻഡ് ഇതായിട്ട് വരും. പക്ഷേ ഈ സെറ്റിൽ വന്നപ്പോഴേ അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് മനസ്സിലായി. കാരണം ഞാൻ അവിടെ അത്യാവശ്യം ഹ്യൂമർ ചെയ്യുന്നു, ജഗദീഷേട്ടൻ ഭയങ്കര സീരിയസും. അത് രണ്ട് കാലത്തിന്റെ ഒരു പോകെ. അത് നമ്മളൊന്ന് പറയാം, ആ ഒരു കാലം ഈ ഒരു കാലം തമ്മിലുള്ള വ്യത്യാസമായി. അപ്പൊ അത് വലിയൊരു അല്ല, അതിൽ ഇവരെല്ലാം എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുള്ളത് വളരെ ഒരു നല്ല കാര്യമാണ്. സിനിമയില് വലിയൊരു മാറ്റമല്ലേ ഇപ്പൊ. ആ മാറ്റത്തിന് ഇവരെല്ലാവരും തന്നെ എടുത്തു പറഞ്ഞു. ഫാലിമി കണ്ടിട്ട് ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ വിനീത്, ഇവരെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ സുധീഷ്, അശോകനും ഒക്കെ പറയുമ്പോൾ അല്ലേ അത് നമുക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. നമ്മള് ജനങ്ങൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ളവര് ഒന്നിച്ച് അഭിനയിച്ച് മുന്നോട്ട് പോയ ആളുകളാണ്. ഈ സെറ്റിൽ കാരവൻ ശരിക്കും ആവശ്യമില്ലാന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് പലപ്പോഴും. ഞങ്ങളങ്ങനെ കുറച്ചു നേരം ലഞ്ച് ബ്രേക്കിനൊക്കെ കയറിയിരിക്കുമ്പോൾ എല്ലാ ഷോട്ടിലാ സമയത്ത് കയറിയിരിക്കുമ്പോൾ നമുക്ക് ഒരു മിസ്സിംഗ് എല്ലാവരും. അത്ര രസകരമായിട്ട് എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞ് പകുതിക്ക് വെച്ച് നിർത്തിയിട്ടായിരിക്കും കാരവനിലേക്ക്. അല്ല, മനോജേട്ടന് വലിയൊരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു സിനിമയിൽ. കാരണം ഷൂട്ടിംഗ് എല്ലാ സമയത്ത് മനോജേട്ടന് വലിയൊരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ജഗദീഷ് ചേട്ടനെയും അശോക് ചേട്ടനെയും തമ്മിൽ അടിപ്പിക്കുക എന്നുള്ള അങ്ങനെയൊന്നുമില്ല. അതിനുവേണ്ടി കുറച്ച് എണ്ണ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, എരിയുന്ന തീയിൽ ഒഴിക്കാൻ. പെട്രോൾ അതിന്റെ ഒരു ആക്രാന്തം കൊണ്ടായിരിക്കും. ഇത് സുധീഷ് പറഞ്ഞത് ഇപ്പൊ മനോജിന്റെ മുമ്പ് വെച്ചല്ലേ, അല്ല അത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു എൻഡ് റിസൾട്ട് കോമഡി ആസ്വദിക്കാന്നുള്ളത്, അല്ലാതെ നമ്മൾ തമ്മിൽ നീ അങ്ങനെ പറയരുത്. അല്ല, തമ്മിലടിപ്പിക്കുന്നത് കോമഡി രീതിയിൽ, കോമഡി വൈസ് അതിൽ ഉണ്ടാക്കാൻ ഒരു ടീം കെമിസ്ട്രി എന്ന് പറഞ്ഞാലോ. അതിൽ അടുപ്പിക്കുമ്പോ ചിതറി വീഴുന്ന സ്പാർക്ക് മുഴുവൻ കോമഡിയാണ്, അല്ലാതെ രക്തമല്ല. നമ്മൾ അതിൽ കുറെ കോമഡി കിട്ടും. ഞാൻ ഒരിക്കൽ കാര്യം ഇറങ്ങുന്ന എല്ലാം ഇരിക്കുമ്പോ ഒരു പെട്ടെന്ന് നോക്കിയപ്പോ മനോജനെ കാണുന്നില്ല. ഞാൻ അവിടെ ഒരു കാര്യം പറഞ്ഞു ചെന്ന് നോക്കിയപ്പോ ഒരു വൈറ്റ് പേപ്പറിനകത്ത് എഴുതി വെക്കുന്നത് ജഗദീഷ് അശോകൻ ഇന്നെന്ത് ക്വസ്റ്റ്യൻ എഴുതി ഉണ്ടാക്കുക. ജഗദീഷിന്റെ നമ്മളെ ഊതാൻ വേണ്ടി ക്വസ്റ്റ്യൻ. അപ്പൊ അത് എന്നിട്ട് പതുക്കെ അവിടെ മടക്കി വെച്ചിട്ട് ആരും അറിയാതെ ജഗദീഷിന്റെ പോക്കറ്റ് കൊണ്ടാകും. കാരണം എനിക്ക് ഇവരെ ഒരുമിച്ച് അധികം സിനിമയിൽ കിട്ടിയിട്ടില്ല. ഞാൻ പണ്ട് പോലെ ഇതിന്റെ ഒരാളാണ്. ജഗദീഷേട്ടൊക്കെ അറിയാം, നമ്മൾ എത്രയോ സിനിമകൾ ചെയ്ത എന്തെല്ലാം കോമഡികൾ. അപ്പൊ ഈ കോമ്പിനേഷനിലുള്ള ഒരുപാട് കഥകൾ മുന്നേ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ മുന്നിൽ 2 അവതാരങ്ങളൊന്നും ഇരിക്കില്ല. അപ്പം പ്രയോജനപ്പെടുത്തണമല്ലോ, പ്രയോജനപ്പെടുത്തണം. സ്പാർക്ക് എന്ന് പറയുന്ന ഒരു കാര്യം കളിയാക്കി ഒരു സ്റ്റേജ് എത്തുമ്പോ ചിലപ്പോ അശോകൻ വേണ്ട കേട്ടോ, അത് കാണാൻ വേണ്ടിയാണ് ഇവർ ഇത്രയും ഇങ്ങനെ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനോജേട്ടന്റെ ആദ്യത്തെ ദിവസം മനസ്സിലായില്ല, വളരെ സിമ്പിൾ ആയിട്ട് സംസാരിച്ചു. പക്ഷെ പിന്നീട് മനസ്സിലായി ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. വളരെ നൈസായിട്ട് ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ചില മാറ്ററിൽ പോകുമ്പോ തമാശ അല്ലാതുള്ളതില്ല. അങ്ങനെ മാറ്ററിൽ നിന്ന് പോകുമ്പോ സാധാരണഗതിയിൽ എന്താണ് ചെയ്യേണ്ടത്? വിനീതാണെങ്കിൽ വന്ന് പറയുന്നത് എന്താ അശോക, അതിൻ്റെ ആവശ്യം എന്താ, അത് ജഗദീഷേട്ടൻ തമാശക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് പറയും, ജഗദീഷേട്ടൻ അത് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് അത് അശോകൻ്റെ അടുത്ത് ഒരു സോറി പറഞ്ഞേക്ക്, ചുമ്മാ തീർന്നല്ല. ഇതാണ് വിനീത് പറയുക. മനോജാണെങ്കിൽ വന്നിട്ട് പതുക്കെ അശോകൻ്റെ അടുത്ത് അത് ജഗദീഷേട്ടൻ പറഞ്ഞത് തെറ്റായിപ്പോ വിട്ടുകൊടുക്കണ്ട. എൻ്റെ അടുത്ത് വന്ന് അശോകൻ എന്താ ചിലപ്പോൾ വല്ലാത്ത ഒരു പെരുമാറ്റം, എന്താ ഇങ്ങനെ ഒരു കളിയുണ്ട്. അതുകൊണ്ടാണ് എരിയുന്ന തീയിൽ പേര് വീണത്. വാസ്തവത്തിൽ ഇതിനകത്ത് പിണങ്ങി മാറിയുന്ന ആരാണ്?
അറിയാമല്ലോ പിന്നെ ഇവിടെയാണ് വാസത്തില് പഴയ മാറിയത്. ഞാൻ ആ സെറ്റിലേക്ക് വരുമ്പോ ഒരു ചായക്കടയില് 5-6 ലിറ്റർ എണ്ണയായിട്ടാ വന്ന് ഒഴിക്കാൻ വേണ്ടിട്ട്. നമ്മളതുകൊണ്ട് ഒരു പേരിട്ടിട്ടുണ്ട്, കുത്തിത്തിരിപ്പൻ. അത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കുന്നു. ഇല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ഇപ്പം ഇത് ഓർത്ത് ചിരിക്കാവുന്ന ഒരു മൊമെന്റ് ആയിട്ടാണല്ലോ പറയുന്നത്. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചിരിക്കാൻ ഇപ്പോഴും പറ്റുന്ന തരത്തിൽ ഓർത്ത് ചിരിക്കാവുന്ന ഒരു സംഗതി ആയിട്ടാണല്ലോ തീർച്ചയായും. പിന്നെ ഈ എല്ലാ കാലത്തും നമ്മൾ ഈ ഹരിഹരനഗരൊക്കെ പറഞ്ഞുകൊണ്ടാണ് എല്ലാ കാലത്തും നമ്മൾ ഉണ്ടാക്കിയ ഏറ്റവും നല്ല ഹ്യൂമർ, ഏറ്റവും നല്ല തമാശകൾ എന്ന് പറയുന്നത് അതൊരു കളക്റ്റീവാണ്. ആ സമയത്ത് സ്പോട്ടിൽ ചിലപ്പോൾ ആക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ വെച്ചു മാറുന്നതായിരിക്കാം. ജഗദീഷ് ചേട്ടൻ അശോകേട്ടനോട് അല്ലെങ്കിൽ മനോജ് ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് നീ ഇന്നത് പറഞ്ഞാൽ നന്നാവും എന്ന് പറഞ്ഞാൽ അത്തരം കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവില്ല. ഞാൻ ഇപ്പൊ ഈ 2 സിനിമകൾ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഹരിഹരനഗറും റാംജറാവും പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സിനിമകളുടെ കാര്യത്തിലൊക്കെ അങ്ങനത്തെ കോൺട്രിബ്യൂഷൻസ് കൂടി അത് സിദ്ദിഖ് സാർ, ലാൽ സാർ എല്ലായിടത്തും അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൂടിയാണ് ഇന്ന് ആക്ടർ ഇട്ടതാണ് എന്നുള്ളത്. കാരണം ഈ സംഗീത് ശിവൻ പറയുണ്ടായിരുന്നു ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്നുള്ളത്. ആ സമയത്ത് അമ്പിളിച്ചേട്ടൻ പറയായിരുന്നു ഞങ്ങൾ പേപ്പറും പേന എടുത്തിട്ട് ചിലതൊക്കെ എഴുതിയെടുക്കുമായിരുന്നു. അങ്ങനെ കൂടി സിനിമയിൽ സംഭവിക്കാറുണ്ടല്ലോ. ഉണ്ട്. ഇപ്പം ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ ഇംപ്രവൈസേഷനിലുള്ള സ്കോപ്പുള്ള സിനിമയല്ല. കാരണം ഈ സ്ക്രിപ്റ്റിൽ തന്നെ അതനുസരിച്ച് പോകേണ്ട. പക്ഷേ എക്സ്പ്രഷൻ വൈസ് കുറേ കാര്യങ്ങൾ നമ്മൾ ട്രെൻഡ്, ആ മോഡുലേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ചിലപ്പോഴൊക്കെ മനോജിൻ്റെയൊക്കെ ഷോർട്സ് മനോജ് തന്നെ ആവശ്യപ്പെട്ടിട്ട് രണ്ടാമത് വേറൊരു ട്രെൻഡിലും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ 20 മദ്രാസ് മെയിലിൽ ട്രെയിനിനകത്ത് പോകുമ്പം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അതേപോലെ ഇതിൽ ആംബുലൻസിൻ്റെ സ്പേസിനകത്ത് ഇരുന്നിട്ട് ക്യാമറ വച്ചിട്ട് നമുക്ക് വളരെ അസൗകര്യങ്ങളുണ്ട്. ആ അസൗകര്യങ്ങൾക്കുള്ളിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ബോറടി തോന്നാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം മനോജിൻ്റെ ഒരു ക്ലോസ് ഷോട്ട് എടുക്കാൻ നേരത്ത് ദേവ് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹോൾ സീനിൻ്റെ റിയാക്ഷൻ കൂടെ, മനോജിൻ്റെ ഡയലോഗും ഹോൾ സീനിൻ്റെ റിയാക്ഷൻ കൂടെ എടുക്കും. അതെടുക്കുമ്പോൾ സാധാരണഗതിയിൽ അസോസിയേറ്റ് ഡയറക്ടർ പറഞ്ഞു കൊടുത്താൽ മതി, നമ്മുടെ ഡയലോഗ് വായിച്ചു കൊടുത്താൽ മതി, റിയാക്ട് ചെയ്യാം. പക്ഷെ നമ്മളെ കൊണ്ട് അങ്ങനെയല്ല ചെയ്യിച്ചത്. നമ്മൾ വില്ലിംഗ് ആയിട്ട് ചെയ്തു കൊടുത്തതെന്ന് വെച്ചാൽ അശോകൻ്റെ ഷോട്ട് എടുക്കാൻ നേരത്ത് ഹോൾ സീൻ എല്ലാവരും അഭിനയിക്കും. ഫ്രെയിമിൽ അശോകൻ മാത്രമേ ഉള്ളൂ, അല്ല പിന്നെ മനോജ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എല്ലാവരും അഭിനയിക്കും. എൻ്റെ ഷോട്ട് എടുക്കാൻ നേരത്ത് ഇവരെല്ലാവരും അഭിനയിക്കും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ റിയാക്ഷൻസ് നാച്ചുറലുള്ള ഒരു റിയാക്ഷൻ കിട്ടുമല്ലോ. അപ്പോൾ അതിനകത്ത് ഓരോ ഷോട്ട് എടുത്ത് കഴിയുമ്പോഴും നമുക്ക് ചിലപ്പം ആ പിന്നെ ഇങ്ങനെ വായിച്ചു കൊടുക്കുന്നതിൽ തന്നെ നമ്മുടെ അഭിനയം ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമ്മുടെ ടേൺ വരുമ്പോൾ നമ്മുടെ കുറച്ചുകൂടെ ഒന്ന് റിഫൈൻഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം അതെല്ലാം മൂവിങ് ആണ്. ഷൂട്ടിംഗ് ആയതുകൊണ്ട് നമുക്ക് വഴിയിൽ ഇറങ്ങി പോകാനും പറ്റില്ല. ഒരു പ്രാക്ടിക്കൽ പരമാർത്ഥം അതാണ്. ഇറങ്ങി പോകാൻ ഒരു നിവൃത്തി കൊണ്ട് ഇറങ്ങി പോയാലേ, നിവൃത്തിയില്ല. അതുകൊണ്ട് എല്ലാവരും കുത്തി അതിനകത്ത് ഇരിക്കുക. അപ്പൊ ഇതെല്ലാം പറഞ്ഞേ പറ്റുള്ളൂ. നമ്മൾ ഇറങ്ങിപ്പോയെന്ന് അസോസിയേറ്റ് ആയിട്ട് എന്റെ ഡയലോഗ് പറഞ്ഞിട്ട് ക്യൂ ഡയലോഗ് പറഞ്ഞ അടുത്ത ജഗദീഷന്റെ ഡയലോഗ് പുള്ളിക്ക് പറയാം. നിവൃത്തിയില്ല, പ്രാക്ടിക്കലി നടക്കില്ല. അതാണ് സത്യം. അല്ല, സത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഇരുന്നിട്ട് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ വേറെ വഴി ഇറക്കി വിട്ടിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ ഇരുന്ന് വെയിലുകൊണ്ടിരിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷനാണ് ഈ പറയുന്നതിന്. ഞാൻ എൻജോയ് ഇതിനകത്ത് തന്നെ ഇരിക്കാനായിരുന്നു എനിക്ക് താല്പര്യം. ശരിയാണ്, ഇതിനകത്തിരിക്കാനായിരുന്നു. ആംബുലൻസിനകത്തെ പ്രധാന ഒരു കഥാപാത്രമാണ് ഈ പടത്തിലെ പ്രധാന ഒരു കഥാപാത്രം. ആംബുലൻസ് ആണ്. നമ്മൾ നേരത്തെ ദ ട്രെയിൻ സിനിമയൊക്കെ മുമ്പില്ലല്ലോ. ആ ട്രെയിൻ സിനിമയിലെ കുറെ സംഭവങ്ങളുണ്ടല്ലോ എൻ്റെ. അതുപോലെ ഇതിനകത്ത് അങ്ങനെ ഈ ആംബുലൻസ് മുഖേന കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് സിനിമ കാണുമ്പോൾ നമുക്കറിയാം. എനിക്കാണ് ഒരിക്കലും ഇറങ്ങി പോകാൻ പറ്റില്ല. ഞാൻ അങ്ങ് ഞാൻ എന്നെ ഒരു മൂലക്ക് ഇരുത്തിരിക്കുക. അതിന്റെ ഇപ്പുറത്ത് ക്യാമറ വെച്ചിരിക്കുന്നു, പിന്നെ വേറെ പെട്ടിയുണ്ട് അവിടെ. എനിക്ക് ഒരു കാലത്ത് ഇറങ്ങി പോകാൻ പറ്റില്ല. പിന്നീട് പൊസിഷൻ മാറി, ഫ്രണ്ടിലായി. വണ്ടി ഓടുന്നതിനനുസരിച്ച് സീറ്റിംഗ് പൊസിഷൻ മാറും. അല്ലല്ല, നമ്മൾ ഇറങ്ങിയിട്ട് ചില സ്ഥലങ്ങളിൽ നിന്ന് ഇറങ്ങിയിട്ട് കയറുമ്പോൾ പൊസിഷൻ മാറ്റിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു മൊണോട്ടണി വരും. അപ്പൊ പൊസിഷൻ ചിലപ്പോൾ എന്റെ തൊട്ടടുത്ത് സുധീഷ് വരും, ചിലപ്പോൾ അങ്ങനെ മാറി മാറി വന്നിട്ടുണ്ട്. അതൊക്കെ രസകരമായിട്ട് തന്നെ. പിന്നെ വെളിയിൽ നിന്ന് ഇറങ്ങുന്ന സാധാരണ ആർട്ടിസ്റ്റുകളൊക്കെ സിഗരറ്റ് വലിക്കാനൊക്കെ ഇറങ്ങുമല്ലോ. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ സ്വഭാവങ്ങൾ ആർക്കും ഇല്ല. സ്മോൾ അടിക്കാൻ പോകുന്നവർ കാണും, സ്മോൾ അടി അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ എങ്കിൽ പോലും സിഗരറ്റ് വലിക്കുന്നവർ കാണും. ഇതിൻ്റെ അകത്ത് ഇപ്പം ജഗദീഷ് സിഗരറ്റ് വലിക്കില്ല, അശോകേട്ടൻ സിഗരറ്റ് വലിക്കും, ഞാൻ വലിക്കില്ല, ഇവനും വലിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല, വിനീതും വലിക്കുന്ന കണ്ടിട്ട്. അപ്പം അങ്ങനെ ഒരു സംഭവം ഒന്നും ആർക്കും ഇല്ല. ഇറങ്ങി നിന്നിട്ടൊന്ന് റിലാക്സ് ചെയ്യാം, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വണ്ടിക്കകത്ത് പിന്നെ ഈ ഒരു കോമ്പിനേഷൻ അല്ലേ ഈ പറഞ്ഞ ഇച്ചിരി എണ്ണയൊക്കെ ആയിട്ട് വന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്ത് പറഞ്ഞിരിക്കാമല്ലോ. അതാണ് നമ്മുടെ ഉദ്ദേശം. മനോജേട്ടന് ഷൂട്ടിംഗ് ഇല്ലെങ്കിലും വീട്ടിലൊന്നും പോകുന്നില്ല, ലൊക്കേഷനിൽ വെറുതെ ചുമ്മാ വരും.
നമ്മളെപ്പോഴും വിചാരിക്കില്ലേ, ഇപ്പൊ ചില സീൻസ് കാണുമ്പോൾ ഇപ്പൊ ഈ നേരത്തെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര മലയാളത്തിലെ എവർഗ്രീൻ ഹ്യൂമർ സിനിമ വരുമ്പോൾ ഇതെങ്ങനെയാണ് ചിരിക്കാതെ ഇവർ റിയാക്ട് ചെയ്തത്. ഇപ്പൊ ഈ സിനിമയിൽ ജഗദീഷേട്ടൻ പറഞ്ഞു, ജഗദീഷേട്ടൻ്റെ ആണ് എൻ്റെ ഇതിൽ ഹ്യൂമറിന്റെ പാർട്ടാവാത്ത ക്യാരക്ടർ. പക്ഷെ നമ്മൾ ഇപ്പൊ ഈ സ്ക്രിപ്റ്റ് റീഡിങ് സെഷനിൽ തന്നെ വിനീതേട്ടൻ ഇത്രയും ചിരിച്ച കാര്യം പറഞ്ഞു. അങ്ങനെ ചിരിക്കാതെ ഇവരെങ്ങനെ കഴിച്ചു കൂട്ടി നോക്കില്ല. അതൊരു പെർഫോമറുടെ ടാലന്റും അതിന്റെ ഒരു മിക്സറും ഒക്കെ ആണല്ലോ. എന്നാൽ പോലും ചിരിച്ചു പോകുന്ന ഒരു മൊമെന്റ് ഉണ്ടാവില്ല. ഇപ്പൊ ഈ ഫിലിമൊക്കെ വരുന്ന സമയത്ത് അതൊരു വലിയ ടാസ്ക് ആണല്ലോ. അതെ, പക്ഷേ യഥാർത്ഥത്തിൽ 99% നമ്മൾ അത് കൺട്രോൾ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കട്ട് പറയുമ്പോൾ ആ പൊട്ടിച്ചിരി സാധാരണഗതിയിൽ പ്രിയനൊക്കെ ശ്വാസം അടക്കി പിടിച്ചിരുന്നാണ് ചിലപ്പോൾ കട്ട് പറയുന്നത്. ഇപ്പോൾ അമ്പിളിച്ചേട്ടൻ്റെയൊക്കെ ചില പെർഫോമൻസ് കണ്ടിട്ട് പ്രിയൻ ഇങ്ങനെ വാ പൊത്തി പിടിക്കും, കാരണം ആ ചിരിയുടെ എന്നിട്ടാണ് അങ്ങനെയാണ് പ്രിയൻ കട്ട് പറയുന്നത്. അത്ര ചിരിച്ച് കുമാരേട്ടൻ പറയുന്നുണ്ട് വ്യൂ ഫൈൻഡറിൽ കൂടെ ഈ ചിരിച്ചിട്ട് ക്യാമറ ഇളകും കൺട്രോൾ ചെയ്യും. ബിക്കോസ് ഈ കോമഡി ഇവരുടെ അമ്പിളിച്ചേട്ടനും ഇവരൊക്കെ കൂടിയുള്ള ഭയങ്കര സ്പോണ്ടേനിയസ് ഇതല്ലേ. അല്ല, പക്ഷെ അത് എനിക്കൊന്ന് ഹ്യൂമർ ചെയ്ത ആർട്ടിസ്റ്റ് അവർക്ക് വേറൊരു നാക്ക് ഉണ്ടായിരുന്നു. അവര് ഇപ്പൊ അമ്പിളിച്ചേട്ടനായാലും ഇന്നസെന്റേട്ടനൊക്കെ ചെയ്യുന്നൊന്നും ആയിരിക്കില്ല, ടേക്കിൽ നമ്മൾ പെണ്ടിപ്പോവും. കാരണം വെച്ചാൽ പുള്ളി വേറെ സാധനം ദേഷ്യം ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഹി വിൽ ഗെറ്റ് ആംഗ്രി. പുള്ളി ഇന്നസെന്റേട്ടൻ പോലെയല്ലേ, ഇന്നസെന്റേട്ടൻ ലൈറ്റ് ആയിട്ട് എടുക്കും. അമ്പിളിച്ചേട്ടൻ അങ്ങനെ ഒരു അൺപ്രൊഫഷണൽ ആയിട്ട് കാണാൻ നല്ല ഡോസ് കിട്ടും. കാബൂളി നമ്മളൊക്കെ തെറ്റിച്ചോളാം ചിലപ്പോൾ. ക്യാമറ പുള്ളിയുടെ സജഷനൊക്കെ വരികയാണെങ്കിൽ പിന്നെ നമ്മളായിരിക്കും ഡയലോഗ് പറയുന്നത്. അവിടെ വല്ല കോസ്റ്റ്യൊക്കെ പുള്ളി കാണിക്കും, ചെറിയൊക്കെ പറയുകയും ചെയ്യും. അപ്പോൾ അല്ലെ, എനിക്കത് ചിരിപ്പിക്കുക എന്നുള്ളത് ചിരി അടക്കാൻ കൂടിയുള്ള ഒരു പ്രാക്ടീസ് ഉള്ള ആക്ടേഴ്സ് അല്ലേ ഈ ചിരിപ്പിക്കുന്നത്. അതെ അതെ, എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ചിരി ചിരിപ്പിക്കുന്ന എല്ലാ ആക്ടേഴ്സും ഹ്യൂമർ കിങ്സ് ചിരിക്കുന്നതായിട്ട് ലാലേട്ടൻ ചിരിക്കുന്നുണ്ട് ചില സമയത്ത്. അല്ല, നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പോലും വിചാരിക്കാത്ത ചില റിസൾട്ടിലോട്ട് ചില കോമഡി എത്തുമ്പോൾ നമ്മളും ചിരിച്ചു പോകും. നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത ഒരു രീതിയിലായിരിക്കും ആ കോമഡി പോകുന്നത്. അങ്ങനെയുള്ളപ്പോൾ ശ്രീനിവാസനുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ശ്രീനിവാസനെ കൂടെ നിർത്താതെ ചിരിക്കുന്ന ചില സംഭവങ്ങളുണ്ടാകും. കാരണം എന്നെ കളിയാക്കി എന്തെങ്കിലും പുള്ളി പറയും, ഞാൻ അതിനൊരു കൗണ്ടർ പറയും, പുള്ളി ഒരു കൗണ്ടർ പറയും, പിന്നെ അങ്ങോട്ട് ചിരിയായിരിക്കും. കാരണം വെച്ചാൽ അത് അത്ര ഇൻ്റലിജൻറ്റ് ഹ്യൂമറാണ് ശ്രീനിവാസൻ്റെ നിന്ന് വരിക. പലപ്പോഴും ഭയങ്കര ഒരു ഇൻ്റലിജൻറ്റ് ഹ്യൂമറാണ് വരുന്നത്. ക്ലാസ് എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ ക്ലാസ് ഒക്കെയാണ്. പിന്നെ കൺട്രോൾ ചെയ്യും. ഇപ്പം ചന്തുവിന്റെ സമയത്ത് സലീം കുമാർ ഇന്നും ആ സജഷൻ ഷോട്ട് ഞാനും ജയനൊക്കെ ഇങ്ങനെ കാണാം. അത് ഇന്നും ജയന്റെ ഒരു ഷോട്ട് ഉണ്ട്, അതായത് ഇങ്ങനെ നിന്ന് ഇവിടെ ചിരിക്കുന്ന കാണും, അതുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞു കളയും, ക്യാമറ ബാക്കിലായിരിക്കും. ഈ ഒരു പൊതു ചോദ്യം എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ധീരൻ വരുന്നത് 2025-ലാണ്. നമ്മളെല്ലാ ഫിലിം മേക്കേഴ്സിനോട് ചോദിക്കുമ്പോഴും അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ പറയുന്ന ആക്ഷൻ സിനിമയോ ത്രില്ലർ സിനിമയോ ഒന്നും ചെയ്യലല്ല, ഹ്യൂമർ ഉണ്ടാക്കുകയാണ്. നമ്മൾ ഈ ഷോർട്ട് വീഡിയോസിലും ഇതിലൊക്കെ ആയിട്ട് നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കാവുന്ന ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. പിന്നെ നമ്മൾ ഈ പറയുന്ന ഈ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇതെല്ലാം ഈ ഹരിഹർ നഗർ ആണെങ്കിലും റാംജി റാവു, ഈ നമ്മൾ പല കാലത്തുള്ള ഹ്യൂമർ സിനിമകൾ വീണ്ടും കാണുകയാണല്ലോ പല പ്ലാറ്റ്ഫോമിലായിട്ട്. ഈ ചിരി വീണ്ടും പഴയപടി അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ പുതുക്കി അവതരിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് ആണ്. പിന്നെ ധീരൻ അങ്ങനെ ഒരു ടാസ്ക് കൂടി ഏറ്റെടുത്ത സിനിമ അതുപോലെ ആണ്. ധീരൻ ആ ടാസ്ക് ഏറ്റെടുക്കുന്നുണ്ട്. കാരണം കാലത്തിനനുസരിച്ച് ഹ്യൂമർ മാറുന്നുണ്ട്. ഇപ്പം റീൽസ് ഇഷ്ടം പോലെ ആൾക്കാർ കാണുന്നുണ്ട്. പെട്ടെന്ന് 10 സെക്കൻഡിലെ ഹ്യൂമർ ആൾക്കാരെ ചിരിപ്പിക്കാൻ കഴിയുന്നുണ്ട്. നമുക്കൊന്നും പരിചയമില്ലാത്ത ആൾക്കാർ വന്ന് നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കോമഡി എന്ന് പറയുന്നത് നടന്മാർക്ക് മാത്രമല്ല, അല്ലെങ്കിൽ അഭിനേതാക്കൾക്ക് മാത്രമല്ല, എല്ലാവർക്കും വഴങ്ങുന്ന ഒന്നാണ്. അവർക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വന്നതോടുകൂടി അവർക്കൊക്കെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒരു ഹ്യൂമർ കൊണ്ടുവന്നിട്ടേ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ പെട്ടെന്ന് കമ്പയർ ചെയ്യുന്ന വെച്ചാൽ ആൾക്കാർ പറയും റീൽസിൽ ഇതിനേക്കാളും കൊച്ചു പയ്യന്മാരെന്ത് ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയും. അപ്പം നമ്മളൊരു ഹ്യൂമർ എന്ന് പറയുന്നത് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്, ഹ്യൂമർ ഏറ്റില്ല എങ്കിൽ അത് വലിയ പ്രശ്നമാണ്. ഒരു ഹ്യൂമർ നമ്മൾ ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഹ്യൂമർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആവുക. നേരെ മറിച്ച് ന്യൂട്രലായിട്ട് ആൾക്കാർ ചിരിച്ചില്ല, കുഴപ്പമില്ല, എത്ര വലിയ കുഴപ്പമില്ല. നേരെ മറിച്ച് ചിരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവ്വം ശ്രമിച്ചിട്ട് അത് നെഗറ്റീവ് ആവുന്ന ഒരു സംഭവമില്ലേ, എന്താ ഹ്യൂമർ ഇത് എന്ന് തോന്നിപ്പിക്കാൻ പാടില്ല.
ഇതിൽ അങ്ങനെ നമ്മുടെ ഈ ഹ്യൂമറിലെല്ലാം തന്നെ ഒരു മിനിമം നിലവാരമുള്ള ഹ്യൂമർ തന്നെയാണ് എല്ലാം വന്നിട്ടുള്ളത്. തമാശയ്ക്ക് വേണ്ടി ചിരിപ്പിക്കാൻ ഉണ്ടാക്കുന്ന സംഭവമല്ല. അങ്ങനെയല്ല, എന്നാൽ ഈ പറഞ്ഞ പഴയതിന്റെ ആവർത്തനമല്ല അല്ലേ? ആവർത്തനമല്ല. സിറ്റുവേഷൻ അത് ഉണ്ടാവുന്നില്ല, ആ ഡയലോഗിൽ തന്നെ അതുണ്ടാവും. നമ്മളത് ജസ്റ്റ് പെർഫോം ചെയ്താൽ ചിരിപ്പിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ പാളി. 90s കോമഡിയെ ഓർമ്മിപ്പിക്കണം എന്ന സംവിധായകന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും 90s രീതിയിലോ 90s ഡയലോഗ്സോ അല്ല ഇപ്പൊ 2025 അവതരിപ്പിച്ചിരിക്കുന്നത്. അതല്ല, 90s ഇമ്പാക്റ്റ് ഉണ്ടാകണമെന്നാണ് ആഗ്രഹിച്ചത്. 90s തിയേറ്ററിൽ എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടായോ അതേ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഒരു ഹ്യൂമർ വരണമെന്ന് ദേവൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ലാതെ അതേ ഹ്യൂമർ നമുക്ക് കൊണ്ടുവരാമെന്നുള്ള രീതിയിലല്ല. ഇപ്പം എൻ്റെ അടുത്ത് ഒരു അപ്പുക്കുട്ടൻ്റെ എലിമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ പ്രായത്തിനനുസരിച്ചുള്ള ഒരു അപ്പുക്കുട്ടൻ്റെ എക്സ്പ്രഷൻ ഇടുക, അല്ലാതെ നമ്മുടെ പ്രായം മറന്ന അന്നത്തെ യങ് അപ്പുക്കുട്ടൻ്റെ ഫീലിങ്സോ ഒന്നും അല്ല ഇതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. അപ്പം കാലത്തിനനുസരിച്ച് ഹ്യൂമറിലും ഇമോഷൻസിലും എല്ലാം മാറ്റമുണ്ട്. ആവിഷ്കാരത്തിൽ മാത്രമല്ല, സ്ക്രിപ്റ്റിങ്ങിലും മാറ്റമുണ്ട്, ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പം നമുക്ക് പണ്ട് കണ്ട സിനിമയിലെ ഹ്യൂമർ അടുക്കള ഹാസ്യം എന്നോ അല്ലെങ്കിൽ കോമഡി ട്രാക്ക് എന്നൊക്കെ പറഞ്ഞ ബാസി ബഹദൂർ എന്ന് മാത്രമേ എഴുതി വയ്ക്കുള്ളൂ. അവർ രണ്ടും കൂടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യുക. ആ കാര്യങ്ങളൊക്കെ പോയിട്ട് പിന്നീട് ഒരു സ്റ്റേജ് വന്നപ്പോൾ നമ്മൾ കണ്ട എന്താ, നായകന്മാരുൾപ്പെടെ ഹ്യൂമർ ചെയ്യുന്ന കൊമേഡിയൻസ് ഒന്നും ആവശ്യമില്ല, നായകന്മാരെ തന്നെ ഹ്യൂമർ കോമ്പിനേഷനിൽ അങ്ങനെ നായകൻ വില്ലനാവുന്നു, വില്ലനും നായകൻ ഒരാളാവുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഹ്യൂമർ എന്ന് പറയുന്നത് നമ്മൾ ഒരു എന്താ പറയുക, എഡിറ്റിംഗിൽ ഹ്യൂമർ വരുത്താൻ പറ്റും. ഒരു കട്ടിൽ റിയാക്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമർ കിട്ടും. പിന്നെ നമ്മുടെ ഡയലോഗ്സിനപ്പുറം ഒരു റിയാക്ഷനിൽ ചിലപ്പോൾ ഗംഭീരമായിട്ടുള്ള ഹ്യൂമർ കിട്ടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സീനിൽ ഡയലോഗ്സ് ഇല്ല എന്ന് പറഞ്ഞ് എനിക്കൊരു പരിഭവം ഒരിക്കലും തോന്നാറില്ല. കാരണം ശശിയേട്ടൻ്റെ സിനിമകളിലൊക്കെ അഭിനയിക്കുമ്പോൾ നമ്മൾ ഡയലോഗ്സ് ഇല്ലാത്ത ഇഷ്ടംപോലെ സീൻസ് കാണും. പക്ഷേ നമുക്ക് നമ്മുടെ സാന്നിധ്യം അറിയിക്കുന്ന രീതിയിൽ ഒരു ക്ലോസപ്പ്, അത് റിലവൻ്റ് ആയിട്ടുള്ള ഷോട്ടായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ അത് സിനിമയിൽ കാണുമ്പോൾ ആ ശശിയേട്ടൻ അതിങ്ങനെ എല്ലാവരുടെയും ക്ലോസപ്പുകൾ എടുത്ത് അതിൻ്റെ ഒരു സീനിൻ്റെ ഭാഗമാക്കും. അപ്പോൾ അങ്ങനെ ഒരു ഡയലോഗ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ചില ആർട്ടിസ്റ്റുകൾക്ക് എപ്പോഴും വിഷമം തോന്നി, എനിക്ക് ഡയലോഗ് ഒന്നുമില്ല, ഞാൻ വെറുതെ നിൽക്കുകയാണ്. അതല്ല, അത് എനിക്കൊന്നൊരു പരാതി, ഡയലോഗുള്ള വേഷം ചെയ്യണം എന്നൊക്കെ പറയാം. അതെ, അതാണ് വെറുതെ നിൽക്കുക എന്നുള്ളൊരു ഒരു ക്യാരക്ടറിന് വെറുതെ നിൽക്കാൻ പറ്റില്ല. ഒരിക്കലും ഒരു ക്യാരക്ടറിന് വെറുതെ നിൽക്കാൻ പറ്റില്ല. നമ്മൾ റിയാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇവർ 4 പേരുമാണ് സംസാരിക്കുന്നതെങ്കിൽ ആ പറയുന്ന സുധീഷ് പറയുന്നത് ഞാൻ എൻ്റെ റിയാക്ഷൻ, ചിലപ്പോൾ മനോജ് പറയുമ്പോൾ ഞാനത് ശരിയാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ ആയിരിക്കും ഞാൻ ആലോചിക്കുക. അശോകൻ പറയുമ്പോൾ വീണ്ടും ഞാൻ ഇങ്ങനെ ആയിരിക്കും ആലോചിക്കുക. വീണ്ടും എപ്പോഴെങ്കിലും അശോകൻ പറയുന്നത് കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കും. ഇതിൻ്റെ എല്ലാം ഒരു റിയൽ ലൈഫ് അത് റിയാക്ട് ചെയ്ത് നാച്ചുറലായിട്ട് വരുന്ന ഒരു സംഭവം ഉണ്ട്. അതൊരു ആക്ടർ അതിൻ്റെ ഭാഗമായിട്ട് ഡയലോഗ് ഇല്ല, ഞാൻ വെറുതെ ഇങ്ങനെ ഉടൻ ഒരു ഫർണിച്ചറിനെ പോലെ അങ്ങനെ നിന്നാൽ മതിയോ? അപ്പം ഞാൻ ഇമോട്ടീവ് ഇവരെ പോലെ തന്നെ എൻ്റെ ഓരോ റിയാക്ഷനും അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ചലനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഞാൻ ഒരു സ്വാഭാവികമായിട്ട് ആ സീനിൽ വരുമ്പം അശോകൻ പറയുന്ന ഒരു കാര്യത്തിൽ റിഹേഴ്സൽ പോലും ചെയ്യാതെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന, അല്ലെങ്കിൽ തോളിൽ ഇങ്ങനെ പിടിക്കുകയോ അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. നാച്ചുറലായിട്ട് എങ്ങനെ ആ സീൻ വരുന്നു, അശോകൻ്റെ ആ കഥാപാത്രത്തിൻ്റെ ഫീലിങ്സ് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുക, നമ്മുടെ ഓരോ രീതിയിലുള്ള ചലനങ്ങൾ വരും. കൈയുടെയോ കാലിൻ്റെയോ അല്ലെങ്കിൽ മുഖത്തോ ഒക്കെ നമ്മുടെ ചലനങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നത് ഇൻവോൾവ് ആയി കഴിയുമ്പോൾ. അപ്പം അത് ആക്ടിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാസിൽ സാറ് പണ്ട് പറയുമായിരുന്നു, അതായത് ഒരു ഫ്രെയിമിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഫോർഗ്രൗണ്ടിൽ ആളായിരിക്കും പെർഫോം ചെയ്യുക, പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ ആൾക്കാരൊന്നും ചെയ്യാൻ ഉണ്ടാവില്ല, 3-4 പേര് നിൽക്കുമ്പോൾ. പക്ഷെ അതിൻ്റെ റിയാക്ഷൻ ബാക്കിലുള്ള ആൾക്കാർ കൊടുത്തിരിക്കണം, അയാൾ പറയുന്നത് എന്താണെങ്കിലും. അത് ഈ ഡയറക്ടർ ശ്രദ്ധിക്കുന്നതാണ് സാറ് പറയാറുള്ളത്. കാരണം ഒരു ആക്ടറിനെ മനസ്സിലാക്കുന്ന അവിടെയാണ് പുള്ളി പറയും. അതിൽ ഇതിലൊരു ഓൾ ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ കുറേ കൂടി വൈഡിലാണ്, എല്ലാവരും ഉള്ള കുറച്ചുകൂടി അങ്ങനെയുള്ളൊരു കൂടുതൽ ആക്ടേഴ്സ് ഉള്ള കോമ്പിനേഷൻ ഉള്ള സീനാണല്ലോ. അപ്പൊ അതിൽ ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ ഞാനിപ്പോ എന്തും ചെയ്യാൻ അങ്ങനെ നിൽക്കാവുന്ന സ്പേസേ ഉള്ള സിനിമയല്ലല്ലോ. അല്ല, ഞാൻ പറയാം, അതെല്ലാം റിയാക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരാൾ മാത്രം പെർഫോം ചെയ്യുന്നു വിചാരിച്ച കാര്യമില്ല, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിൽ നിന്ന് ഒരാൾ. നമ്മൾ രണ്ടുപേരും അധികം സംസാരിക്കാത്ത ആൾക്കാർ അല്ലേ, കോമ്പിനേഷൻ. പൊതുവെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, പഞ്ചായത്ത് പ്രസിഡന്റ്. എൻ്റെ ക്യാരക്ടറാണ് വേറെ കുറേ ഡിപ്രഷനൊക്കെ നടക്കുന്ന ഒരാളാണ്, അധികം സംസാരമില്ല. അപ്പോൾ അങ്ങനെ ഇവർക്കാണ് കൂടുതലും ഡിപ്രഷൻ വരാനുള്ള കാരണം ഹ്യൂമറാണ്. ബേസിക്കലി ഹ്യൂമറാണ്. അതെ, അത് ഹ്യൂമറാണ്. ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു വിഷമം ഉണ്ടായിട്ടുള്ളൂ, ആകെപ്പെട്ട വിഷമം. ആഷിഷ് വിദ്യാർത്ഥിനകത്ത് അഭിനയിച്ചു ജീവിക്കുമായിരുന്നു. സെക്കൻഡ് പാർട്ടിൽ ഉറപ്പായിട്ടും സെക്കൻഡ് പാർട്ടാണെങ്കിൽ പറയാം. അല്ല, ഏറ്റവും വിഷമം ജഗദീഷ് നായർ.
ഇനി എവിടെയെങ്കിലും വെച്ച് അദ്ദേഹത്തെ കണ്ടാൽ എന്തായിരിക്കും റിയാക്ഷൻ? ഞാൻ ചിരിച്ച് ഓടിക്കളയും. അദ്ദേഹത്തിന് ഇത് മനസ്സിലാവില്ലല്ലോ എന്താ ഈ ഉള്ളിൽ വന്ന് പുള്ളി കിട്ടുന്നില്ല, സന്തോഷം ഉണ്ടെന്ന് വിചാരിക്കും. ഈ നിങ്ങളെല്ലാം ഒന്നിച്ച് കിട്ടിയപ്പോൾ ചോദിക്കുന്നതാണ്, ഇപ്പൊ ഈ ഒരു ആക്ടറുടെ മെമ്മറി ഉണ്ടല്ലോ, ഇപ്പം കുറച്ച് അപ്പുക്കുട്ടനായിട്ട് ഇപ്പം പുതിയ തലമുറ ഫിലിം മേക്കേഴ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം മനോജേട്ടനെ നോക്കിയാലും വലിയതായിട്ട് ഓരോ ആൾ ഇപ്പം അഖിൽ സത്യനാണെങ്കിലും ജോഫിനാണെങ്കിലും ഈ ഫാലിമിയുടെ ഡയറക്ടർ ആണെങ്കിലും ഇവരെല്ലാം പുതിയ ആളുകളാണ്. ഇവർ പലപ്പോഴും ഡിമാൻഡ് ചെയ്യുന്നത് എനിക്ക് കുറച്ച് അപ്പുക്കുട്ടൻ്റെ പോർഷൻ വേണം എന്ന് പറയുന്ന ഒരു മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിന്റെ ഇന്ന ഇമോഷനാണ് വേണ്ടതെന്നാണല്ലോ പറയുന്നത്. ഈ ആക്ടറിന്റെ മെമ്മറി ഇതിൽ എങ്ങനെയാണ് പ്രവർത്തിക്കും? ഇപ്പം ഇതിൽ കുറച്ച് അപ്പുക്കുട്ടൻ വേണം എന്ന് പറയുന്ന സമയത്ത് ഈ മെമ്മറി കൂടി ഈ ക്യാരക്ടറിലേക്ക് ഈ മെമ്മറിയിൽ നിന്ന് കുറച്ച് പിന്നെ അന്ന് ചെയ്ത സംഗതികൾ ഇമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജിലേക്ക് വരിക. അല്ല, അപ്പുക്കുട്ടൻ കൊണ്ടുവന്ന ഇമ്പാക്ട് കൊണ്ടുവരിക എന്ന് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പുക്കുട്ടൻ്റെ ആ എക്സ്പ്രഷനോ കാര്യങ്ങൾക്ക് അപ്പുറം അപ്പുക്കുട്ടൻ ആ സമയത്ത് ഇന്നത്തെ അപ്പുക്കുട്ടൻ എങ്ങനെയായിരിക്കും ഈ സീനിൽ റിയാക്ട് ചെയ്യുക എന്ന് ചിന്തിച്ചാൽ മതി. ഇന്നത്തെ അപ്പുക്കുട്ടൻ കാരണം വെച്ചെന്നാൽ ജഗദീഷും അപ്പുക്കുട്ടൻ ആദ്യത്തെ ഭാഗത്ത് അപ്പുക്കുട്ടൻ അവതരിപ്പിക്കുന്നതിനേക്കാൾ എത്രത്തോളം പ്രായം കൂടി കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമ്മൾ അതേ ഒരു ആ യൂത്ത്ഫുൾ ആയിട്ട് അവതരിപ്പിക്കുന്നതിനപ്പുറം ഇന്നത്തെ ഏജിൻ്റെ ഈ അബ്ബാസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിൽ ഒരു അപ്പുക്കുട്ടൻ്റെ എക്സ്പ്രഷൻ വരുമ്പം ഏജിൻ്റേതായിട്ടുള്ള ഒരു പരിഗണന കൂടെ അതിനകത്ത് കൊടുക്കണം. അല്ലെ അതേ എക്സ്പ്രഷൻ തന്നെ നോക്കുകയാണെങ്കിൽ മിമിക് ചെയ്യാൻ പറ്റും, അപ്പുക്കുട്ടൻ്റെ അതേ രീതിയിൽ തന്നെ ഡയലോഗ് മിമിക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്നത്തെ കഥാപാത്രമായിട്ട് അപ്പുക്കുട്ടൻ വരുമ്പോൾ നമ്മുടെ ഒരു ട്രാൻസിഷൻ നമ്മൾ മനസ്സിൽ കാണണം, അത് നമ്മൾ മനസ്സിൽ കാണണം. പിന്നെ ഇത്തരം സിമ്പിൾ ഡ്രസ്സ് ധരിക്കുന്ന പുരുഷന്മാരെ അവർക്ക് ഇഷ്ടമല്ലേ, ഡോണ്ട് ദി ലൈക്ക് എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു ചടുലത ആയിരിക്കില്ല ഇപ്പം ചിലപ്പോൾ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ നമ്മുടെ മനസ്സിൽ ഉണ്ടായാൽ നന്നായിരിക്കുന്നതാണ് എൻ്റെ പക്ഷം. അശോകൻ എങ്ങനെയാണ് ഈ പറഞ്ഞ ഈ പലപ്പോഴും ഇവർ റെഫറൻസ് സ്വന്തം ക്യാരക്ടറിന്റെ റെഫറൻസ് ആണല്ലോ പുതിയ തലമുറ ആക്ടേഴ്സ്. റെഫറൻസ് എന്ന് പറയുന്നത് അവർക്ക് ഇതുപോലൊരു ഇമ്പാക്റ്റ് ആണ്, നേരത്തെ പറഞ്ഞാൽ ഇമ്പാക്റ്റ് ആണ്, ക്യാരക്ടർ എന്നതാണ് ഇങ്ങനൊരു ഇമ്പാക്റ്റ് വേണമെന്നും കൂടി ആവശ്യപ്പെടുന്ന ദേവത അടക്കമുള്ളവർക്ക് അങ്ങനെ ഒരു ആഗ്രഹവും കൂടി ഉണ്ടാവുമല്ലോ. ഈ പറയുന്ന നിങ്ങൾ ഏറ്റവും ചെറിഷ് ചെയ്തിട്ടുള്ള റോളുകളുടെ ഇമ്പാക്റ്റ് വരുന്ന ക്യാരക്ടറാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. എന്താ അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യാം? ഇതിനകത്ത് ഇപ്പൊ അങ്ങനെ എന്നോട് അങ്ങനെ കഴിഞ്ഞ ഏതെങ്കിലും പടങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ആ രീതിയിൽ അങ്ങനെ ഒരു സംഭവത്തിന് പോലെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഈ ക്യാരക്ടർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലേ, ഒരു സൂചന വരുന്ന ഒരു കാര്യമുണ്ട് അമരത്തിലെ ആ ക്യാരക്ടർ. അല്ല അല്ല അത് പിന്നെ അപ്പൊ എനിക്കൊന്ന് സുധീഷ് പറഞ്ഞാണ് അല്ലേ? സ്ക്രിപ്റ്റിനകത്തുണ്ട് മുടിയൊന്ന് നേരെ അടിക്കാം അപ്പം അമരത്തിലെ എന്നാ പിന്നെ ഇതുകൂടെ അങ്ങനെ വിട്ടൂടെ എന്നൊക്കെ അത് സ്ക്രിപ്റ്റിലുള്ളതാണ്, അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിലുള്ളതാണ്. അല്ല വേറെ ആ രീതിയിൽ അങ്ങനത്തെ രീതിയിൽ അഭിനയിക്കണമെന്നോ മറ്റേ പടം പോലെ ഇമ്പാക്റ്റിന്റെ കാര്യത്തിൽ ചിലപ്പോൾ അവർ അങ്ങനെ ഒരു ആഗ്രഹമായിരിക്കുമല്ലോ വരിക. അല്ല അത് എന്താ പറയുക, നമ്മൾ ഒരു പക്ഷേ അങ്ങനെ കഴിഞ്ഞ പടം വന്നാൽ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ അത് കയറും, അത് ഇങ്ങനെ ചെയ്യാനുള്ള ടെൻഡൻസി ചിലപ്പോൾ ഉണ്ടാകും. ഇപ്പം എനിക്ക് തോന്നിയൊരു കാര്യമാണ് അത് മറന്നേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബന്ധം ഉണ്ടാവരുമെന്നുള്ള നമ്മുടെ ആഗ്രഹം ഇതായിട്ട്. പിന്നെ അതില് അമരത്തിലൊക്കെ വളരെ ഒരു പ്രായം കുറഞ്ഞ നായികയല്ലേ, ഇപ്പൊ കുറച്ച് പ്രായം കൂടിയ നായിക കിട്ടിയതിന്റെ ഒരു വിഷമമാണ്. അല്ല ഇതിൽ ഏറ്റവും ചെറുപ്പക്കാരനായിട്ട് നിൽക്കുന്ന അശോകേട്ടനാണ് ഞങ്ങളുടെ കൂട്ടത്തില്. ഈ കഥാപാത്രം ഏറ്റവും ചെറുപ്പക്കാരൻ പുള്ളി അങ്ങനെ ഒരു സിമ്പിളായിട്ട് ഒരു പ്രേമമൊക്കെ ഉണ്ട്. അല്ല ചെറുപ്പക്കാരനാ ശ്രമിച്ചതായിട്ടാണ്. പ്രേമമില്ലേ അശോകന് പ്രേമമില്ലേ? മറ്റേ അതല്ല അശോകന്റെ കാര്യം ചോദിച്ചത്. ഇപ്പോഴത്തെ ഡയറക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞില്ല, ഭയങ്കര ക്ലാരിറ്റി ഓഫ് തോട്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജഗദീഷ് തുടങ്ങണം പറയണം, അത് സമയത്ത് എടുത്തോളാം. ഡയറക്ടേഴ്സിനുള്ള ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ്, ഇപ്പോഴത്തെ യങ് ടാലന്റ് അവരുടെ ഒരു ക്ലാരിറ്റി ഓഫ് ദേ നോ എക്സാക്ട്ലി എങ്ങനെയാണ് ആ ക്യാരക്ടർ വേണ്ടത്. ഓഫ് കോഴ്സ് വെറ്ററൻസിനോട് പറയുമ്പോൾ മേ ബി അതിൻ്റെ ഒരു ഛായ, ബിക്കോസ് അത്രയും ബോഡി ഓഫ് വർക്കുള്ള ആക്ടേഴ്സാണ് അശോകേട്ടനും ജഗദീഷ് ഏട്ടനും. അപ്പം എന്നെ പോലത്തെ ഒരു ആക്ടറിന് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് തരം ക്യാരക്ടേഴ്സാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നതും അത് വരുന്നതും. ഇപ്പം ഈ പടം ധീരൻ പറഞ്ഞാൽ ദേവദത്ത് അത് കൺസീവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ജനറലി ഇപ്പം ആസ് ആക്ടേഴ്സ് നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്കൊരു രൂപം വരും, രൂപവും ബോഡി ലാംഗ്വേജ് ആ ഡയലോഗ്സ് ഒക്കെ വായിക്കുമ്പോൾ ഏകദേശം ഇയാൾ ഇങ്ങനെ ആയിരിക്കാം എന്ന് നമ്മൾ ആൻഡ് ദെൻ വി ഡിസ്കസ് ഇറ്റ്. ഡയറക്ടറോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും.
ഈ പടത്തില് കംപ്ലീറ്റ്ലി ഒരു വേറെ തരത്തിലാണ് ദൈവം കൺസീവ് ചെയ്തത്. ഞാനൊരു ഹാജിയായിട്ടാണ്, ഒരു അത്തർ ഷോപ്പ് ഓണറായിട്ടാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ബോഡി ലാംഗ്വേജ്, ഇപ്പൊ മേ ബി വിൽ കോൺസെൻട്രേറ്റ് ഓൺ വൈറ്റ്, ബിക്കോസ് അങ്ങനത്തെ ആൾക്കാരാണല്ലോ, ഒരു സീരിയസ് ഒരു എൽഡർലി ഫെലോ. പക്ഷെ അതേ അല്ല ദേവദത്ത് മനസ്സിലായി. ദേവദത്ത് പറഞ്ഞു കുറച്ച് കളർഫുൾ ആക്കാം ചേട്ടാ, വിൽ മേക്ക് ഹിം ലൈക്ക് അങ്ങനെ ഒരു റിലിജിയസ് ലുക്കിംഗ് ഹാജിയാർ അല്ല. സോ സി ദാറ്റ് വാസ് ഹിസ് വേ ഓഫ് ഇന്റർപ്രറ്റിംഗ്. പിന്നെ അതിന്റെ ബോഡി ലാംഗ്വേജും അതിന്റെ സംഭാഷണവും എല്ലാം ദേവദത്തിന് ഒരു ക്ലിയർ തോട്ട് ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ഒരു ആക്സെന്റ്, നമുക്ക് ഒരു നോർത്ത് മലബാർ ആക്സെന്റ് ഇടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഗിവ് ആൻഡ് ടേക്ക് ആണ്. സോ അത് ഇപ്പോഴത്തെ ഡയറക്ടേഴ്സ് അവർക്ക് ഭയങ്കര ക്ലാരിറ്റി ഓഫ് തോട്ട് എന്നാണ് എൻ്റെ ഒരു ഹംബിൾ എക്സ്പീരിയൻസ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ആയാലും എല്ലാം അവർ ദേ നോ എക്സാക്ട്ലി വാട്ട് ദേ വോണ്ട്. ഈവൻ നമ്മുടെ മോഡുലേഷൻ ആയാലും പേസ് ഓഫ് ഡയലോഗ്സ്, നമ്മൾ പറയുന്ന ആ ടെമ്പോ ഉണ്ട്, അത് ഏത് സ്പീഡിൽ വേണമെന്ന് വരെ അവർക്ക് അത് ഡിപ്പെൻഡ്സ് ഓൺ ദി ബ്രില്യൻസ് ഓഫ് ദ ഡയറക്ടർ. ആ എഴുതുന്ന ഡയറക്ടറുടെയും ആ കൺസീവ് ചെയ്തെന്ന ഡയറക്ടറുടെയും ബ്രില്യൻസ്. സോ ദാറ്റ് ഡിപ്പെൻഡ്സ്. നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ച അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് അത് നമ്മളിലേക്ക് വരിക. ആൻഡ് ദാറ്റ് ഇസ് ഹൗ യു അഡാപ്റ്റഡ്. ഇതാണ് എൻ്റെ ഒരു ഹംബിൾ എക്സ്പീരിയൻസ്. വിനീത് പറഞ്ഞ കഥ കേൾക്കുമ്പോൾ നമ്മൾ ആ ക്യാരക്ടർ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നടക്കണം എടുക്കണം എന്നൊക്കെ ഉള്ളൊരു പ്രിപ്പറേഷൻ ഉണ്ടാവും തോന്നില്ലേ? ഡയറക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിലേക്ക് എത്താൻ പറ്റുമെന്ന് പറഞ്ഞു. നേരെ ഓപ്പോസിറ്റ് ഒരു വലിയ സ്കൂളിൽ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ അടൂർ സാറിൻ്റെ സെറ്റാണ്. ഞാൻ ചോദിച്ചു, സാറ് ഇങ്ങനെ സീൻ കൊടുക്കാറില്ല, സ്ക്രിപ്റ്റ് ആർക്കും കൊടുക്കാറില്ല? ഞാൻ കൊടുക്കാറില്ല. കാരണം അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേരത്തെ സീൻ തന്നു കഴിഞ്ഞാൽ നിങ്ങളത് വെച്ച് ആലോചിച്ച് പറയാൻ അറിയാലോ, അശ്വന് ഇഷ്ടം പോലെ ചെയ്തല്ലേ, നിങ്ങളത് വെച്ച് പ്ലാൻ ചെയ്യും. ഈ ക്യാരക്ടർ എങ്ങനെ നടക്കണം, എങ്ങനെ ഇടണം, മുണ്ട് എങ്ങനെ മടക്കുത്തണം, ബീഡി എങ്ങനെ പിടിക്കും, എല്ലാം നിങ്ങളങ്ങ് തീരുമാനിക്കുക. അപ്പം എനിക്കത് ആവശ്യമില്ല. എൻ്റെ കഥാപാത്രം എങ്ങനെ ചലിക്കണമെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അത് ആ സമയത്ത് ഓൺ ദ സ്പോട്ട് ലൈറ്റപ്പ് ചെയ്ത് ക്യാമറമാൻ റെഡിയാന്ന് പറയുമ്പോൾ നിങ്ങളെ വിളിക്കും, ആ സമയത്ത് സീൻ പറയും, അപ്പോൾ നിങ്ങൾ പെർഫോം ചെയ്യുക, എനിക്കത് മതി എന്ന് പറയുന്നത്. അപ്പൊ അത് എന്തൊരു കോൺട്രാസ്റ്റ് ആണ്. ഞാൻ അദ്ദേഹത്തോട് അപ്പം തന്നെ പറഞ്ഞു കേട്ടോ, സാർ നേരെ തിരിച്ചാണ് MT സാറിൻ്റെ ഒക്കെ സെറ്റിൽ, ഹരിഹരൻ സാർ MT സാറിൻ്റെ ഒക്കെ സെറ്റിൽ. അത് അവിടെ എങ്ങനെയാണ്? ഞാൻ ഇപ്പോൾ പരിണയത്തിന് തന്നെ ഞാൻ അവിടെ സെറ്റിലേക്ക് ചെല്ലുമ്പോൾ MT സാറുണ്ട്, ഹരിഹരൻ സാറുണ്ട്, അസോസിയേറ്റ് ഡയറക്ടർ നിൽക്കുമ്പോഴാണ് ഞാൻ ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലുന്നത്. വിനീത നമ്മൾ ആ സീൻ എടുക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ഡേ അപ്പോൾ ചെല്ലുമ്പോൾ സാർ MT സാർ മനോജ് വന്നില്ലേ, ഉണ്ണിനാരായണ അസോസിയേറ്റാ, ഉണ്ണിനാരായണ ഫുൾ സ്ക്രിപ്റ്റ് എടുത്ത് കൊടുക്കും. ഫുൾ സ്ക്രിപ്റ്റ് എടുത്ത് കൊടുക്കാൻ ഒന്ന് വായിച്ചോളൂ, എന്നോട് ഒന്ന് മനസ്സിരുത്തി വായിച്ചോളൂ, നാളെ രാവിലെ ഏത് സീനാണ് എടുക്കുന്നത് നാളെ? സാർ ഇന്ന സീനാണ്, ഒന്ന് വായിച്ചോളൂ. അങ്ങനെയാണോ അവിടെ? ഞാൻ പറഞ്ഞു അതാണ് എന്തൊരു കോൺട്രാസ്റ്റ് ആണ്. ആര് അല്ല, ഓരോരുത്തരും ഓരോ രീതിയല്ലേ എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ എൻ്റെ ആദ്യത്തെ സിനിമ തന്നെ എനിക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അനന്തരം ഫസ്റ്റ് പടം ഞാൻ വിചാരിച്ചു ഇങ്ങനെയാണ് സിനിമ ഞാൻ വിചാരിച്ചത്. കാര്യം ഈ പറഞ്ഞ കഥാപാത്രത്തെ കുറിച്ചൊന്നും പറഞ്ഞു തരുന്നില്ല. നമ്മൾ ക്ലോസപ്പ് വെച്ചിട്ട് കരയാൻ പറയും, ക്ലോസപ്പ് വെച്ചിട്ട് കരയാൻ പറയും, അത് അത്ര വേണ്ട, കുറച്ച് കുറയ്ക്കൂ, കുറച്ചുകൂടെ കൂട്ടു, ആ ക്ലോസപ്പ് വെച്ചിട്ട്. അപ്പോൾ എന്തിനാണ് കരഞ്ഞതെന്നുള്ള കാര്യം സിനിമ കണ്ടിട്ടാണ് മനസ്സിലായത്. അന്നത്തെ കാലത്ത് അതും മനസ്സിലായില്ല കേട്ടോ. ഡയലോഗ് അറിയണമെന്ന് വളരെ അറിയാതെ മാറിപ്പോയ പുള്ളി അത് ഇഷ്ടപ്പെട്ടില്ല. അതിനോട് എന്താ ഡയലോഗ് പറ്റിക്കുന്നത് ചോദിക്കും. നമ്മൾ മനഃപൂർവ്വം തെറ്റിച്ചോരാ സംസാരിക്കും. അസോസിയേറ്റ് ഡയറക്ടർ സാറിന് സീൻ കാണുമല്ലോ, അസോസിയേറ്റിന് പോലും സീൻ ഉണ്ടാവില്ല. കാരണം അഥവാ എങ്ങനെ നമ്മൾ പുള്ളി ഇൻഫ്ലുവൻസ് മേടിച്ച് വായിച്ചാലോ എന്നുള്ളതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിലും സീൻ കൊടുക്കില്ല. അപ്പോൾ അത്ര സ്ട്രിക്റ്റ് ആണ് അവിടെ. എല്ലാവരും മോഹമായിരിക്കും. ഈ പറയുന്നത് കേൾക്കുമ്പോൾ അടൂര്, ഭരതൻ, പത്മരാജ് ഇവരുടെ എല്ലാം ഞാൻ പറഞ്ഞ പലതരം മിക്സും പലതരം എക്സ്പീരിയൻസ് ആർജിക്കാനുള്ള ഒരു സൗകര്യമായിട്ട് കിട്ടുമല്ലോ. അപ്പം സ്ക്രിപ്റ്റ് കിട്ടുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്, കിട്ടാത്തവരുണ്ട്, ഫുൾ വായിക്കാവുന്നവരുണ്ട്, ചിലപ്പോൾ ക്യാരക്ടറിനെ കുറിച്ച് കുറച്ചുകൂടി ഒരു ബയോ പറയുന്ന ആളുകളുണ്ട് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇപ്പോൾ ധീരൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ എല്ലാം ഒരു മിക്സർ കയ്യിലുണ്ട്. ഇതൊരു അനുഭവ സമ്പത്ത് എന്നാണല്ലോ പറഞ്ഞത്. വലിയൊരു സമ്പാദ്യമായിട്ട് ഇതിലെ സ്ക്രിപ്റ്റ് റീഡിംഗ് നേരത്തെ ദേവദത്തന്നെ അതിൽ ആഡ് ഓൺസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി സാധനങ്ങൾ റീവർക്ക് ചെയ്യാൻ അടക്കം ഈ പറയുന്ന സ്ക്രിപ്റ്റ് റീഡിങ്ങിന്റെ ഫീഡ്ബാക്ക് ഗുണം കിട്ടിയെന്ന് പറയുന്നുണ്ടായിരുന്നു. അല്ല, അങ്ങനെ പ്രിപ്പയർഡ് ആയ ഒരു ഡയറക്ടർ ഇവിടെ വർക്ക് ചെയ്യാന്നുള്ള ഒരു ഭയങ്കര ഒരു ഡിലൈറ്റ് ആണ് ആക്ടേഴ്സിന്. എസ്പെഷ്യലി ദേവിനെ പറ്റി പറയുമ്പോഴും, ബിക്കോസ് എല്ലാ തരത്തിലും ആ ക്യാരക്ടറിന് അദ്ദേഹം, ബിക്കോസ് ഈസ് എ റൈറ്റർ, ഡിഫൈൻ ചെയ്ത് വെച്ച അത് എപ്പോഴും നമുക്കൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് എന്നെ സംബന്ധിച്ച് സ്പെഷ്യലി. മറ്റേത് ഓഫ് കോഴ്സ് അതൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു ഗ്രേറ്റ് മാസ്റ്ററിന്റെ കീഴിൽ അദ്ദേഹത്തിന്റെ ഒരു ടെക്നിക്ക് ഇതാണെന്നുള്ള ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ്. ഇപ്പം ഹരൻ സാറിന്റെ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് വായിക്കൽ മാത്രമല്ല, ഡയലോഗ് മെമ്മറൈസ് ചെയ്യണം. ഫുള്ളായിട്ട് 3 ദിവസം മുമ്പേ
പോയി അത് മുഴുവൻ പഠിക്കണം. സോ അത് വേറൊരു ടെക്നിക്കാണ്. സോ ദർ ആർ സോ മെനി വേസ്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതിലെല്ലാം ആ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പിന്റെ ഒരു കൺവിക്ഷൻ, അദ്ദേഹത്തിന്റെ ഒരു ഡിറ്റർമിനേഷൻ, ഹൗ ഹി ഹാൻഡിൽസ് ഈ ടീമിനെ എങ്ങനെ അദ്ദേഹം നയിച്ചു കൊണ്ടുപോകുന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡയറക്ടേഴ്സ് വേറൊരു കാര്യം കൂടെ പറയും. സിറ്റുവേഷൻ ഇതാണ്, നിങ്ങൾ ഇഷ്ടമുള്ള നിങ്ങളുടെ ഡയലോഗ്സ് പറഞ്ഞോളാം പറയുന്ന സിനിമകളും ഉണ്ട്. ഇതാണ് സിറ്റുവേഷൻ, നിങ്ങൾ വന്ന് അപ്പോൾ ആ പോയിന്റ് നിങ്ങൾ നോക്കിയിട്ട് അങ്ങ് പറഞ്ഞോണ്ടാൽ മതി. ഡയലോഗ്സ് ഒന്നും പ്രത്യേകിച്ച് എഴുതിയിട്ടൊന്നുമില്ല, നിങ്ങളങ്ങ് പറഞ്ഞോണ്ടാൽ മതി എന്നും പറയുന്ന സംഭവമുണ്ട്. സ്ക്രിപ്റ്റ് ഇല്ലാതെ സിനിമകളുണ്ട്. സ്ക്രിപ്റ്റ് ഒന്നും ഇല്ല, ഇതാണ് സിറ്റുവേഷൻ. അതെ. ആ സിറ്റുവേഷൻ നിങ്ങൾ പറയേണ്ട, സ്വാഭാവികമായിട്ട് പറയേണ്ട ഒരു കാര്യം. അത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ചിലർ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേഷനില് ചെറുപ്പക്കാര് യങ്സ്റ്റേഴ്സ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അതാണ് പ്രിഫർ. അതെ അതെ, അത് നാച്ചുറൽ ആയിട്ട്, അത് ഇന്ന രീതിയിൽ ഈ അച്ചടി ഭാഷയിലുള്ള ഡയലോഗ് ഒന്നും അല്ല. എന്താണ് ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടെ നല്ല ചാൻസ് ആണ്. ഞാൻ വീണ്ടും പേര് പറയുന്നില്ല. അയ്യോ, അങ്ങനെ എന്ത് ഇങ്ങനെ ചുണ്ടനക്കും. അതെ, സാർ ഇഷ്ടം പറഞ്ഞു സാർ. ഡയറക്ടേഴ്സ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പരാതി പറയുന്നു, എഴുതി വയ്ക്കുന്ന ഒരു സ്ക്രിപ്റ്റ് കാണും ചിലപ്പോൾ. ഞാൻ ഇതേപോലെ ഇന്നലെ രാത്രി മോഷണം പോയി സാർ എന്ന് പറഞ്ഞ് എഴുതി തരുന്ന സീനുകളും പണ്ടത്തെ കാലത്തോ അല്ലെങ്കിൽ ഡയറക്ടറുടെ വിഷയം അനുസരിച്ച്. ചിലപ്പോൾ ചിലർ പറയും ഒരു സാധാരണഗതിയിൽ ഒരു പരാതി എങ്ങനെയായിരിക്കും അവതരിപ്പിക്കുക, അത് ജഗദീഷ് അവതരിപ്പിച്ചോളൂ, കുഴപ്പമില്ല. അപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ സാർ ഇന്നലെ രാത്രി ഒരു മോഷണം പോയി സാർ. അപ്പം ഈ അപ്പുറത്തിരിക്കുന്ന എസ്ഐയും ഇംപ്രവൈസ് ചെയ്യണം. അയാളും മിഷൻ എത്ര മണിക്കാണ് സംഭവം? ഇന്നലെ ഒരു രാത്രി ഒരു 10 മണിക്കായിരുന്നു സാർ. ഇതിൽ ചില പോയിന്റുകൾ മിസ്സാക്കരുതെന്ന് ഡയറക്ടർ പറയും. ഇതിൽ 10 മണിക്കാണ് മോഷണം പോയത്, അതിൽ മോഷണം പോയത് ഒരു മാലയാണ്, ഈ കാര്യങ്ങളെല്ലാം വരണം, ബാക്കി നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തോളാൻ പറയും. അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് ശരി ഏത് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരവരുടെ സംവിധായകൻ്റേതാണ് സിനിമ, അദ്ദേഹം തീരുമാനിക്കണം, നമ്മളല്ല തീരുമാനിക്കേണ്ടത്. സംവിധായകൻ തീരുമാനിക്കുന്ന ആ വഴിയെ പോവുക. ആലൂർ സാറിൻ്റെ പടത്തിൽ 2 പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, കംഫർട്ടബിൾ ആയിരുന്നു. വേറെ ചില സിനിമകളിൽ ഇപ്പോൾ ലോഹിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സീൻ ഓർഡർ ഫുള്ള് എഴുതിയിട്ടല്ല സ്ക്രിപ്റ്റ് പോകുന്നത്. ഹിസൈനസ് അബ്ദുള്ളയുടെ ക്ലൈമാക്സ് എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല. ലോഹിയുടെ മനസ്സിലേ ഉള്ളൂ. കാരണം കുറേ സീൻ പുള്ളി നാടകം എഴുതുന്ന പോലെ സീൻ നമ്പർ 1, 2, 3 ഇങ്ങനെ എഴുതി പോവാണ്, ഫുൾ സീൻ എഴുതി പോവാണ്. ശ്രീനിവാസൻ അങ്ങനെയല്ല. ശ്രീനിവാസൻ സീൻ നമ്പർ 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ 99 വരെ അതിൻ്റെ സിനോപ്സിസ് പോലെ സീൻ ഓർഡർ ശ്രീനിവാസൻ്റെ ഉണ്ട്. 99ാമത്തെ സീനിൽ എന്താണ് എന്നുള്ളത് ശ്രീനിവാസൻ്റെ മനസ്സിലുമുണ്ട്, പേപ്പറിലുമുണ്ട്. ലോഹി സ്ക്രിപ്റ്റ് എഴുതുമ്പം 99ാമത്തെ സീൻ അല്ലെങ്കിൽ ക്ലൈമാക്സ് എന്താണെന്ന് ലോഹിക്ക് പോലും അറിയില്ല. സിബിയും ഒക്കെ ഒരു ഹിസൈനസ് അബ്ദുള്ളയുടെ ക്ലൈമാക്സ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ആയിട്ടില്ല, ക്ലൈമാക്സ് ആയിട്ടില്ല, ക്ലൈമാക്സിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് എന്നേ പറയുള്ളൂ. ഇങ്ങനെ സീൻ നാടകം എഴുതുന്ന പോലെ ഇങ്ങനെ എഴുതി പൊക്കോണ്ടിരിക്കും. അല്ലല്ല, പറഞ്ഞു ഇങ്ങനെയാണ്. അല്ല, ഇതിപ്പോൾ സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞിട്ട് എന്താ അവിടെ പെർഫോം ചെയ്യുന്നത് കാണാതെ കട്ട് പറയുന്ന ഡയറക്ടർമാരും സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. അല്ല, ഇത് മറ്റേ അപ്പുക്കുട്ടൻ പറഞ്ഞ പോലെ മനസ്സിലായില്ല പെട്ടെന്ന്. ആർട്ടിസ്റ്റ് നിൽക്കുന്ന അവിടെ ക്യാമറയോടെ വെച്ചിരിക്കുന്നു, അവിടെ എന്തെല്ലാം ഒരു ആക്ടിവിറ്റീസ് ഉണ്ടാവും, എല്ലാം പറഞ്ഞു കൊടുക്കും. പറഞ്ഞിട്ട് യെസ് നമുക്ക് എടുക്കാം അല്ലേ, ഓക്കെ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. വേറെ സ്ഥലത്ത് നോക്കിയിരിക്കും അല്ലേ സാർ ഇന്ന് എത്ര വൈകുന്നേരം വരെ ഉണ്ടോ? ഇതിനിടയ്ക്ക് വേറെ അങ്ങനെയാണ്. ഇതൊന്നും കണ്ടിട്ടൊന്നുമില്ല പുള്ളി. ഒന്നും കണ്ടിട്ടില്ല. നന്നായി കേട്ടോ, വെരി ഗുഡ്, വെരി ഗുഡ്. ഡബിങ്ങിനെ അതും കാണത്തില്ല. ഉണ്ടായിരുന്നെങ്കിലേ ആളില്ല, ഞാൻ പറയില്ലേ. അല്ല, കട്ട് പറയണമെങ്കിൽ ഒന്ന് തട്ടി കൊടുക്കേണ്ടി വരും അല്ലേ? കട്ട് പ്ലീസ്. ഉറപ്പായപ്പോൾ ധീരൻ തിയേറ്ററിലെത്താൻ പോകുന്നു. അപ്പൊ ഒരു അവസാനമായിട്ട് ചോദിക്കാവുന്നത്, ഇതിന്റെ കൂടെ ഇപ്പം രാജേഷ് മാധവൻ അടങ്ങുന്ന, ശബരീഷ് അടങ്ങുന്ന ഒരു പുതുനിര കൂടി ഉണ്ടല്ലോ, ഇതെങ്ങനെയായിരുന്നു? ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയായിരുന്നു പേഴ്സണലി? അല്ല, ഞങ്ങൾക്ക് വളരെ ഒരു കംഫർട്ടബിൾ ആയിരുന്നു എല്ലാവർക്കും. ഞങ്ങൾക്ക് അവരാദ്യമൊക്കെ ഒന്ന് മടിച്ചു നമ്മളുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്യാൻ ആദ്യം ഇച്ചിരി
ഒരു മടി ഈ വൈബിലേക്ക് ആ വൈബ് എത്താൻ അല്ല അവസാനം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചളവടി കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി അയ്യോ ഇവരെ ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റും, ഈസി ആയിട്ട് പോകാൻ പറ്റും എന്ന് അവർക്ക് തോന്നി. അങ്ങനെ ഭയങ്കര അടുപ്പായി, ഭയങ്കര രസമായിട്ടായിരുന്നു. രാജേഷ് ഒരു ആക്ടർ മാത്രമല്ല, ഒരു സംവിധായകൻ കൂടിയാണ്, റൈറ്ററാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ഒരു മൾട്ടി ഫാസറ്റഡ് ടാലന്റ് ആണ് പുള്ളി. അപ്പൊ പിന്നെ ഒരു നല്ല സെൻസുള്ള ആക്ടറാണ് പുള്ളിക്ക്. ഒരുപാട് നല്ല ആക്ടേഴ്സ്. അരുൺ is there. സിദ്ധാർത്ഥ് ഭരതൻ, പുതിയ ആളല്ല, അഭിറാം, അഭിരാം, yes. അഭിരാം, ശബരീഷ്, അശ്വതി, എല്ലാരും വളരെ കംഫർട്ടബിൾ ആയി. നമ്മുടെ ലോഹിയേട്ടന്റെ മകനാണ് ഹരി, ക്യാമറ. അതൊരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം ഈ സിനിമയെ അതെ അതെ. അങ്ങനെയൊക്കെ അതൊരു അല്ലേ ഇപ്പൊ ഈ ഭരതന്റെ മകൻ സിദ്ധാർത്ഥ് അല്ലേ, മുരളി ഗോപി, അങ്ങനെ ഈ അടുത്തൊരു തലമുറയായിട്ട് മറ്റവരുടെ അസാന്നിധ്യത്തിൽ കൊളാബറേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലേ അതൊരു പ്രധാനപ്പെട്ടൊരു ഭാഗ്യം. അവരിലൂടെ ഒരുപാട് നൊസ്റ്റാൾജിക് മെമ്മറീസ് വരും. ഞങ്ങൾക്ക് അവരിൽ നിന്നും മക്കളിൽ നിന്നും അവരിൽ വെച്ച് നമ്മൾ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി. ഈ പറഞ്ഞവരുടെ മക്കളുമായിട്ടും ഒക്കെ. ഇന്നലെ സിദ്ധുവിനെ കണ്ടപ്പോ ഭരതനെ തന്നെ ഓർത്തുകൊണ്ടിരുന്നു. അവര് കാണുമ്പോ പെട്ടെന്ന് അവരെയൊക്കെ നമ്മൾ എത്തുകയാണ്. സിദ്ധുവിന് ഒരുപാട് ഭരതന്റെ ബോഡി ലാംഗ്വേജ് മാനറിസംസ് ഉണ്ടാവും. സോ നമുക്ക് ഭയങ്കര ഫോണ്ട് മെമ്മറീസ് ആണ്. ആൻഡ് വി ഷെയർ ഇറ്റ് ഓൾസോ. എന്തായാലും ധീരൻ തിയേറ്ററിലൊരു അതിധീരമായൊരു മുന്നേറ്റമായിട്ട് എത്തട്ടെ, ഗംഭീര സിനിമയാട്ടെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്.